നേരം വൈകുന്നേരത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ നല്ല ഒരു സായാഹ്നത്തിലേക്ക് കടക്കുകയാണ്. നിരവധി വാർത്തകളുണ്ട്. ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് സ്വർണ്ണക്കൊള്ളക്കേസിൽ അറസ്റ്റിലായതുൾപ്പെടെയുള്ള ഇപ്പോൾ ഏറ്റവും പുതുതായി വരുന്ന വിവരങ്ങളുമുണ്ട്. എല്ലാ വാർത്തകളുടെയും വിശദാംശങ്ങളിലേക്ക് തന്നെ നമുക്ക് കടക്കാം. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എൻ പത്മകുമാറും അറസ്റ്റിലായിരിക്കുകയാണ്. രഹസ്യ കേന്ദ്രത്തിൽ ഏറെ നേരം നീണ്ട ചോദ്യം ചെയ്യലുകൾക്കൊടുവിലാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം എൻ പത്മകുമാറിന്റെ അറസ്റ്റും രേഖപ്പെടുത്തിയിരുന്നത്. നേരത്തെ 2 തവണ ഹാജരാകാൻ ആവശ്യപ്പെട്ട് നോട്ടീസ് നൽകിയിരുന്നെങ്കിലും ചില കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി പത്മകുമാർ ഹാജരാകുന്നത് നീട്ടിക്കൊണ്ടുപോവുകയായിരുന്നു. അതിനുശേഷമാണ് ഇന്ന് ചോദ്യം ചെയ്യലുകൾക്കായി ഹാജരാകുന്നതും മണിക്കൂറുകൾ രഹസ്യ കേന്ദ്രത്തിൽ ചോദ്യം ചെയ്യലിനൊടുവിൽ ഇപ്പോൾ പത്മകുമാർ അറസ്റ്റിലാകുന്നതും. ഇതോടെ ഈ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലാകുന്നവരുടെ എണ്ണം 6 ആയിരിക്കുകയാണ്. 6 പേർ അറസ്റ്റിലാകുമ്പോൾ അതിൽ ഏറ്റവും നിർണായകമായ അറസ്റ്റായി ഇന്നത്തെ പത്മകുമാറിന്റെ അറസ്റ്റ് മാറുകയാണ്. മുൻ MLA ആണ്. ഒപ്പം CPM പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗമാണ് പത്മകുമാർ. ഒരു മുതിർന്ന നേതാവ്, പാർട്ടി നേതാവ് തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലേക്ക് വരുന്നു എന്നത് CPM-നെ സംബന്ധിച്ച് വളരെ പ്രതിരോധത്തിലാക്കുന്ന കാര്യമാണ്. ഒപ്പം സർക്കാരിനെ സംബന്ധിച്ചും വലിയ രീതിയിൽ ഈ സ്വർണ്ണക്കൊള്ള കേസിൽ പ്രതിരോധത്തിലാകുന്ന ഒരു സാഹചര്യമാണ് പത്മകുമാറിന്റെ അറസ്റ്റോടുകൂടി സംജാതമായിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് പത്മകുമാറിന് മേൽ ചുമത്തപ്പെട്ടിട്ടുള്ള ഇപ്പോഴത്തെ ഈ കേസിലേക്ക് അറസ്റ്റിലേക്ക് നീക്കിയ കാര്യങ്ങൾ എന്ന് ചോദിച്ചാൽ ദേവസ്വം ബോർഡിന്റെ അറിവോടുകൂടിയാണ്, അന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന പത്മകുമാറിന്റെ അറിവോടുകൂടിയാണ് കട്ടിളപ്പാളികൾ അവിടെ നിന്ന് നീക്കം ചെയ്യുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിരീക്ഷണമായി ഈ പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തുന്നത്. നേരത്തെ N വാസുവിന്റെ റിമാൻഡ് റിപ്പോർട്ടിൽ ഉൾപ്പെടെ എന്താണ് അന്നത്തെ ദേവസ്വം ബോർഡിന്റെ പങ്ക് എന്നത് ചൂണ്ടിക്കാണിച്ചിരുന്നതാണ്. ദേവസ്വം ബോർഡിനെ പ്രതിസ്ഥാനത്ത് ആക്കിയിരുന്നതാണ്. അതിനെ തുടർന്നാണ് ഇപ്പോൾ ഈ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നത്. ചെമ്പുപാളി എന്ന് രേഖപ്പെടുത്തി സ്വർണ്ണപ്പാളികൾ നീക്കം ചെയ്യുമ്പോൾ ആ തിരുത്ത് വന്നത് അതുപോലെ തന്നെ ദേവസ്വം ബോർഡ് അംഗീകരിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. അതാണ് ഇപ്പോൾ ഈ ഒരു അറസ്റ്റിലേക്ക് കൂടി നയിച്ചിരിക്കുന്ന കാര്യം. എന്നാൽ ഏതെങ്കിലും ഒരു ധാർമ്മികമായ ഉത്തരവാദിത്വത്തിന്റെ പേരിൽ ഉണ്ടായിട്ടുള്ള അറസ്റ്റാണോ ഇത് എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല എന്ന് കൂടി നമ്മൾ കാണണം. കാരണം ഈ കേസിലെ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ്. ആ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന പത്മകുമാറിന് ഉണ്ടായിരുന്ന ബന്ധം സംബന്ധിച്ച് പല തരത്തിൽ SIT ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരശേഖരണം നടത്തിയിട്ടുള്ളതാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് എല്ലാ വിധത്തിലുമുള്ള സ്വാതന്ത്ര്യം അവിടെ അനുവദിച്ചു കൊടുത്തിട്ടുണ്ട് എന്നത് കണ്ടെത്തിയിട്ടുള്ളതാണ്. അതിന് നേതൃത്വം നൽകിയത് പത്മകുമാറാണ്. വഴിവിട്ട എല്ലാ സഹായങ്ങളും നൽകിയിട്ടുള്ളത് പത്മകുമാറിന്റെ നേതൃത്വത്തിലാണ്, അന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന പത്മകുമാറിന്റെ നേതൃത്വത്തിലാണ് എന്നതും വ്യക്തമായിട്ടുള്ള ഒരു സാഹചര്യമാണ്. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ അന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്നു എന്നതിന്റെ ധാർമ്മിക ഉത്തരവാദിത്വത്തിന്റെ പേരിലല്ല ഇപ്പോൾ ഈ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നത്. മറിച്ച് ഈ തട്ടിപ്പിലെ പ്രധാനികൾ അവരുമായുള്ള കൃത്യമായ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ ഈ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി നടത്തിയിട്ടുള്ള സാമ്പത്തിക ഇടപാടുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കൃത്യമായ നിരീക്ഷണങ്ങൾ, പരിശോധനകൾ SIT-യുടെ നേതൃത്വത്തിൽ നടന്നു വരുന്നു എന്ന ഒരു സാഹചര്യം കൂടി ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ട്. N വാസുവിന് പിന്നാലെയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ മറ്റൊരു പ്രസിഡന്റ് കൂടി ഈ കേസിൽ അറസ്റ്റിലാകുന്നത് എന്ന സാഹചര്യം നമ്മൾ കാണണം. 2019 ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന പത്മകുമാറിനെയാണ് ഇപ്പോൾ അറസ്റ്റിലാക്കിയിരിക്കുന്നത്. നേരത്തെ ദേവസ്വം ബോർഡിന്റെ പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിൽ ഉണ്ടായിരുന്ന മുരാരി ബാബു, വാസു, സുധീഷ് തുടങ്ങിയ ആളുകൾ അറസ്റ്റിലായിരുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരുന്നവർക്ക് ഈ കൊള്ളയുമായി ബന്ധപ്പെട്ടുള്ള പങ്ക് എന്ത് എന്നത് സംബന്ധിച്ചുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. പ്രത്യേക കേന്ദ്രത്തിൽ ഏതാണ്ട് മണിക്കൂറുകൾ ചോദ്യം ചെയ്തതിന് ശേഷമാണ് ഇപ്പോൾ SIT പത്മകുമാറിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പത്മകുമാറിന്റെ അറസ്റ്റിലേക്ക് തന്നെ കാര്യങ്ങൾ നീങ്ങും എന്നത് നേരത്തെ തന്നെ വ്യക്തമായിരുന്നതാണ്. കാരണം പത്മകുമാറിന്റെ ഇൻവോൾവ്മെന്റുമായി ബന്ധപ്പെട്ട് അത്രമാത്രം വിവരങ്ങൾ ഇതിനോടകം അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ടായിരുന്നു. ഈ കേസിൽ അറസ്റ്റിലായ എല്ലാവരും പത്മകുമാറിലേക്ക്
വിരൽ ചൂണ്ടിയിരുന്നു. എല്ലാവരുടെയും മൊഴി പത്മകുമാറിന് എതിരായിരുന്നു. പ്രത്യേകിച്ച് എൻ വാസു, മുരാരി ബാബു തുടങ്ങിയവരുടെയൊക്കെ മൊഴി പത്മകുമാറിന് എതിരായിരുന്നു. അതുകൊണ്ട് തന്നെ പത്മകുമാറിന്റെ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ നീങ്ങും എന്നത് ഏറെക്കുറെ ഉറപ്പുമായിരുന്നു. ശബരിമല ശ്രീകോവിലിന് മുന്നിലെ കട്ടിളപ്പാളിയിലെ സ്വർണം കവർന്ന കേസുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത്. മറ്റു മോഷണങ്ങളും ഈ ദേവസ്വം ബോർഡ് ഭരണത്തിലിരുന്ന കാലഘട്ടങ്ങളിലാണ് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മറ്റ് കേസുകളിലെ അറസ്റ്റും ഉണ്ടാകുമോ എന്നത് നമ്മൾ കാക്കുകയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് എല്ലാ ഒത്താശയും ചെയ്തു കൊടുത്തത് പത്മകുമാറാണ് എന്ന ഒരു നിഗമനത്തിലേക്ക് SIT എത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ അറസ്റ്റ് ഉണ്ടാകുന്നത്. എല്ലാ മൊഴികളും പത്മകുമാറിന് എതിരാണ് എന്നൊരു സാഹചര്യം കൂടി ഉണ്ടായിരിക്കുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ നേരത്തെ അറസ്റ്റിലായവരുടെ മൊഴികളെല്ലാം പത്മകുമാറിന് എതിരെ എന്ന് പറയുമ്പോൾ അവരുടെ ഉത്തരവാദിത്വം അല്ലെങ്കിൽ അവർ ഈ കേസുമായി ബന്ധപ്പെട്ടു ചെയ്തിട്ടുള്ളതെല്ലാം പത്മകുമാറിന്റെ കൂടി നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന ഒരു നിഗമനത്തിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത്. അവരുടെയൊക്കെ മൊഴികൾ ആ വിധത്തിലുള്ളതാണ്. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാന ഉത്തരവാദിത്വം എന്നത് ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന പത്മകുമാറിലേക്ക് എത്തുന്നു എന്നതാണ് നമ്മൾ കാണേണ്ടത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയും പത്മകുമാറും തമ്മിലുള്ള ബന്ധം എന്ത് എന്നതാണ് ഇനി കൂടുതൽ വെളിവാകേണ്ടത്. എന്തിനാണ് പുറമേ നിന്നുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വഴിവിട്ട സഹായങ്ങൾ പത്മകുമാറിന്റെ നേതൃത്വത്തിൽ ശബരിമലയിൽ ഒരുക്കി കൊടുത്തത്? ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഈ സ്വർണങ്ങൾ ശബരിമലയിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരാൻ, സന്നിധാനത്ത് നിന്ന് പുറത്തേക്ക് കൊണ്ടുവരാൻ അനുമതി നൽകിയത് എന്തിനാണ്? അവിടെ വഴിവിട്ട എല്ലാ തരത്തിലുമുള്ള സഹായങ്ങൾ ഏർപ്പെടുത്തിയത് എന്തിനാണ്? ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് മാത്രമല്ല, ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ബന്ധുക്കൾക്കും ഉണ്ണികൃഷ്ണൻ പോറ്റി നിർദ്ദേശിക്കുന്നവർക്കും പോലും ആ ആനുകൂല്യങ്ങൾ അവിടെ ലഭിക്കാൻ തക്ക വിധത്തിൽ എന്തുകൊണ്ട് ഇടപെടൽ ഉണ്ടായി? അപ്പോൾ പത്മകുമാറും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിലുള്ള ബന്ധം എന്ത് എന്നതാണ് ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമായി മുന്നിൽ നിൽക്കുന്നത്. അന്വേഷണ സംഘം അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട് എന്നതാണ് മനസ്സിലാക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി സാമ്പത്തിക ഇടപാടുകളും പത്മകുമാറിനുണ്ടായിരുന്നു എന്നത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ വരുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടും SIT വിശദമായിട്ടുള്ള അന്വേഷണങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും പ്രധാന പ്രതിയായ, മുഖ്യപ്രതിയായ ഈ സ്വർണ്ണക്കൊള്ളയുടെ നേരിട്ടിടപെട്ട മുഖ്യ പ്രതിയുമായി പത്മകുമാറിന് എന്താണ് ഈ വഴിവിട്ട ബന്ധം, അത് എങ്ങനെ ഉണ്ടായി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അപ്പോൾ ആ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള വിവരങ്ങൾ പുറത്തു വരണം. എന്തായാലും ഇനി കോടതിയിൽ എന്തായാലും ഹാജരാക്കും. റിമാൻഡ് റിപ്പോർട്ട് ഉൾപ്പെടെയുള്ള വിവരങ്ങൾ വരുമ്പോഴായിരിക്കും കൂടുതൽ വ്യക്തത ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭ്യമാവുക. കൂടുതൽ വിവരങ്ങൾ ഈ അറസ്റ്റിലേക്ക് നയിച്ച കാര്യങ്ങൾ സംബന്ധിച്ചുള്ള പത്മകുമാറിന്റെ ഇതുമായിട്ടുള്ള ഇൻവോൾവ്മെന്റ് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അപ്പോഴായിരിക്കും പുറത്തു വരിക. എന്തായാലും CPM-നെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധിയാണ് ഈ അറസ്റ്റ് ഉണ്ടാക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നേരത്തെ എൻ വാസുവിന്റെ അറസ്റ്റ് നമ്മൾ കണ്ടതാണ്. എൻ വാസുവിന് പിന്നാലെ ഇപ്പോൾ പത്മകുമാറിന്റെ അറസ്റ്റും ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്നു എന്നത് CPM-നെ സംബന്ധിച്ച് വലിയ തിരിച്ചടി ഉണ്ടാക്കുന്ന കാര്യമാണ്. ഏറെ നാൾ CPM-ന്റെ ജില്ലാ കമ്മിറ്റി അംഗമായി പ്രവർത്തിച്ച് വരുന്ന വ്യക്തിയാണ് പത്മകുമാർ. യുവജന സംഘടനകളിലൂടെ വളർന്നു വന്ന നേതാവാണ്. പത്തനംതിട്ടയിലെ പ്രധാന നേതാവാണ്. അങ്ങനെ ഒരു നേതാവ് ഈ സ്വർണ്ണക്കൊള്ളയിൽ അറസ്റ്റിലാകുമ്പോൾ എന്ത് പറഞ്ഞ് CPM-നെ ന്യായീകരണം ഉന്നയിക്കും എന്നതാണ് നമുക്ക് കാണേണ്ടത്. ഇതുവരെ അന്വേഷണത്തിന് എല്ലാവിധത്തിലുമുള്ള സഹായങ്ങൾ ചെയ്യുന്നു എന്നതാണ് ഇതുവരെ ഉണ്ടായിട്ടുള്ള എല്ലാ അറസ്റ്റിലും CPM നേതാക്കളുടെ പ്രതികരണമായും ഒപ്പം തന്നെ സർക്കാരിന്റെ ഭാഗമായി നിൽക്കുന്നവരുടെ പ്രതികരണവുമായും വന്നിട്ടുള്ളത്. കുറ്റം ചെയ്തവർ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരും എന്നതാണ് ഇതുവരെ പുറമേക്ക് സർക്കാർ പ്രതിനിധികൾ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം. പക്ഷേ നമുക്കറിയാം, ഇത് കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന ഒരു അന്വേഷണമാണ്. അന്വേഷണ സംഘം റിപ്പോർട്ട് ചെയ്യേണ്ടത് പോലും കോടതിക്ക് മുന്നിലാണ്. വളരെ രഹസ്യാത്മകമായി നടക്കുന്ന ഒരു അന്വേഷണമാണ്. അതിൽ സർക്കാരിന്റെ ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടൽ ആ അന്വേഷണം മുന്നോട്ട് പോകുന്നതിൽ ആവശ്യം ഇല്ല എന്ന ഒരു കാര്യം കൂടി നമുക്ക് മുന്നിലുണ്ട്. അവിടെയാണ് വളരെ പ്രധാനപ്പെട്ട നേതാക്കളിലേക്ക് ഈ അന്വേഷണ സംഘം എത്തുകയും അവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്യുന്നത് എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കടകംപള്ളി സുരേന്ദ്രൻ സംസാരിക്കുന്നത് നമുക്ക് കേൾക്കാം. അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്ക്. നമ്മുടെ സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നതായിട്ടുള്ള 5 ദേവസ്വം ബോർഡുകളും സ്വതന്ത്രമായ പ്രവർത്തനമാണ് നടത്തുന്നത്. ദേവസ്വം ബോർഡുകൾക്ക് ദേവസ്വം വകുപ്പ് മന്ത്രി എന്നുള്ള നിലയിലോ മന്ത്രാലയത്തിലോ ഏതെങ്കിലും തരത്തിൽ ഒരു ഫയൽ അയക്കേണ്ട കാര്യമില്ല. ദേവസ്വം ബോർഡ് എടുത്തിട്ടുള്ള ഒരു തീരുമാനവും ഗവൺമെൻറ്റിൻ്റെ അറിവോടെയല്ല, ഗവൺമെൻറ്റിന് താല്പര്യമുള്ള വിഷയമല്ല. അത് ഭക്തരും അതുപോലെ തന്നെ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ മാത്രമാണ്. ഈ അന്വേഷണം എന്ന് പറയുന്നത് കുറ്റമറ്റൊരു അന്വേഷണ സംവിധാനമാണ്.
ബഹുമാനപ്പെട്ട ഹൈക്കോടതിയാണ് ഈ SIT നിയമിച്ചിരിക്കുന്നത്, അല്ലാതെ സംസ്ഥാന ആഭ്യന്തര വകുപ്പല്ല. ഹൈക്കോടതിയിലേക്ക് നേരിട്ട് റിപ്പോർട്ട് ചെയ്യാനാണ് SITയോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്ന് പറഞ്ഞാൽ കുറ്റമറ്റ തരത്തിലുള്ള ഒരു അന്വേഷണ സംവിധാനമാണ് നമ്മുടെ സംസ്ഥാനത്ത് ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നത്. ഞാൻ അന്നും പറഞ്ഞു, ആ അന്വേഷണം തീരുന്നതുവരെ, കുറ്റപത്രം സമർപ്പിക്കുന്നതുവരെ നമ്മൾ കാത്തിരിക്കുക. അന്വേഷണം അതിൻ്റെ ശരിയായിട്ടുള്ള ദിശയിൽ നീങ്ങുന്നു എന്നാണല്ലോ നമ്മൾ എല്ലാവരും മനസ്സിലാക്കേണ്ടത്. അപ്പോൾ കുറ്റമറ്റ അന്വേഷണ സംവിധാനം എന്നതാണ് കടകംപള്ളി സുരേന്ദ്രൻ ഇതുമായി ബന്ധപ്പെട്ട് നടത്തുന്ന പ്രതികരണം എന്നത് നമ്മൾ കാണണം. ഇതുവരെയും അത്തരം പ്രതികരണങ്ങൾ തന്നെയാണ് CPM നേതാക്കളുടെ ഭാഗത്തു നിന്നും ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ അത്തരം പ്രതിനിധികളുടെ ഭാഗത്തു നിന്നും ഒക്കെ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് രാഷ്ട്രീയം നോക്കാതെ, മുഖം നോക്കാതെയുള്ള നടപടികൾ ഈ വിഷയത്തിൽ ഉണ്ടാകുന്നു എന്നതാണ് അവർ ഈ വിഷയത്തിൽ പ്രതികരണമായി നടത്തുന്നത്. അതേസമയം ഇത് കോടതി മേൽനോട്ടത്തിൽ നടക്കുന്ന അന്വേഷണമായതുകൊണ്ട് വളരെ നിഷ്പക്ഷമായി അന്വേഷണ സംഘത്തിന് വിവരങ്ങൾ ശേഖരിക്കാനും ഒപ്പം തന്നെ നടപടികളിലേക്ക് നീങ്ങാൻ കഴിയുന്നു എന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. നോക്കൂ, ഇവിടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ആരോപണ നിഴലിലായിരുന്ന ഓരോ ഘട്ടത്തിലും പത്മകുമാറിന്റെ പ്രതികരണങ്ങൾ തേടുമ്പോൾ താൻ മാത്രമായി ഒന്നിനും ഉത്തരവാദിയാകില്ല, മറ്റാരിലേക്കോ വിരൽ ചൂണ്ടുന്ന തരത്തിലുള്ള പല പ്രതികരണങ്ങളും പത്മകുമാറിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇനി പത്മകുമാറിനെ SIT വിശദമായി ചോദ്യം ചെയ്യുകയാണ്. ആരുടെയൊക്കെ പേര് പത്മകുമാറിൽ നിന്ന് പുറത്തേക്ക് വരുന്നു, ആരുടെയൊക്കെ നിർബന്ധത്തിന് വഴങ്ങിയാണ് അല്ലെങ്കിൽ ആരുടെ പ്രേരണയാലാണ് ശബരിമലയിൽ അന്ന് നടന്ന തട്ടിപ്പിന് കൂട്ടുനിൽക്കേണ്ടി വന്നത്, അല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും ഇടപെടൽ ഉണ്ടായിരുന്നോ തുടങ്ങിയ കാര്യങ്ങൾ വളരെ പ്രസക്തമാണ്. അത്തരം സൂചനകൾ പത്മകുമാർ നേരത്തെ മാധ്യമങ്ങൾക്ക് മുന്നിൽ നൽകിയിരുന്ന സാഹചര്യത്തിലാണ് അത്തരം സംശയങ്ങൾ വീണ്ടും ജനിക്കുന്നത്. അപ്പോൾ ചോദ്യം ചെയ്യലിൽ എന്തൊക്കെ കാര്യങ്ങൾ പത്മകുമാർ പറയുന്നു എന്നത് ഇനി വളരെ പ്രധാനപ്പെട്ടതാണ്. പത്മകുമാറിൽ അവസാനിക്കുമോ ഈ അറസ്റ്റ്, അതോ ഇതിലും വലിയ സ്രാവുകൾ ഇതിന് പിന്നിലുണ്ടോ, അവരിലേക്ക് അന്വേഷണം എത്തുമോ എന്നതൊക്കെയാണ് ഇനി വളരെ നിർണായകമായിട്ടുള്ള ഘടകങ്ങൾ. എന്തായാലും ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു അറസ്റ്റ് ഈ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഇന്നുണ്ടായിരിക്കുന്നത്. ദേവസ്വം ബോർഡിന്റെ ഏറ്റവും പ്രധാനിയായിരുന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റാണ് അറസ്റ്റിലായിരിക്കുന്നത്. ദേവസ്വം ബോർഡിൽ ശരിയായ വിധത്തിൽ കാര്യങ്ങൾ നടക്കുന്നുണ്ടോ എന്ന് നോക്കാനും അത് ആ രീതിയിൽ ഉറപ്പുവരുത്താനും ബാധ്യതയുള്ള വ്യക്തിയാണ് അറസ്റ്റിലായിരിക്കുന്നത്. അവരുടെയൊക്കെ നേതൃത്വത്തിലാണ് തട്ടിപ്പ് നടന്നത് എന്നത് അതിലെ ഭരണപരമായ വീഴ്ചയിലേക്ക് കൂടി കാര്യങ്ങൾ കൊണ്ടുചെന്ന് എത്തിച്ചിരിക്കുകയാണ്. നമുക്കറിയാം, നിർണായകമായ 2 തെരഞ്ഞെടുപ്പുകൾ വരാനിരിക്കുന്ന സമയത്താണ് ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റായിരുന്ന വ്യക്തി ഉൾപ്പെടെ അറസ്റ്റിലാകുന്ന സാഹചര്യം. അതും സംസ്ഥാനത്തെ അല്ലെങ്കിൽ ഒരുപക്ഷെ രാജ്യത്ത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നടന്ന കൊള്ളയിൽ അറസ്റ്റിലാകുന്നു എന്നൊരു സാഹചര്യം ജനിപ്പിച്ചിരിക്കുന്നത്. ഇത് വളരെ രാഷ്ട്രീയമായി കൂടി പ്രത്യാഘാതമുണ്ടാക്കുന്ന ഒരു സാഹചര്യമാണ്. ഇനി ആരൊക്കെ എന്നതാണ് ഏറ്റവും പ്രധാനമായി ഇനി ഉയരുന്ന ചോദ്യം. റിമാൻഡ് റിപ്പോർട്ട് ഉൾപ്പെടെ കൂടുതൽ വിവരങ്ങൾ വരുമ്പോൾ, SIT പത്മകുമാറിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കുമ്പോൾ ആരൊക്കെ കുടുങ്ങും എന്നതാണ് ഇനി അറിയേണ്ടത്. ഇന്ന് ഉണ്ടായിട്ടുള്ള കോടതിയിൽ നിന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് നമ്മൾ പോകുന്നത്. നമുക്കറിയാം, കേരളത്തിലും തമിഴ്നാട്ടിലുമൊക്കെ മാസങ്ങൾക്ക് മുൻപ് ഗവർണറും സംസ്ഥാനവും തമ്മിലുള്ള ഏറ്റുമുട്ടലുകൾ വളരെ ശക്തമായിരുന്ന ഒരു സമയമുണ്ടായിരുന്നു. ദിവസവും അത് വാർത്തകളിൽ നിറയുന്ന സമയമുണ്ടായിരുന്നു. ബില്ലുകൾ പാസാക്കിയാൽ അതിനു മുകളിൽ ഗവർണർമാർ അടയിരിക്കുന്നു എന്ന ഒരു സാഹചര്യം, അതിനെതിരെ നിയമ നടപടികൾക്ക് കേരളവും തമിഴ്നാടും ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾക്ക് നീങ്ങേണ്ടി വന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിൽ സുപ്രീം കോടതി നേരത്തെ സുപ്രീം കോടതിയുടെ 2 അംഗ ബെഞ്ച് എടുത്ത തീരുമാനങ്ങൾ, അതിൽ ചില ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് രാഷ്ട്രപതി നൽകിയ റഫറൻസിന് സുപ്രീം കോടതി ഇന്ന് തീർപ്പ് കൽപ്പിച്ചിരിക്കുകയാണ്. വിശാല ബെഞ്ച് തീർപ്പ് കൽപ്പിച്ചിരിക്കുകയാണ്. അതിന്റെ വിശദാംശങ്ങളിലേക്കാണ് നമ്മൾ കടക്കുന്നത്. അപ്പോൾ ഈ നിയമസഭകൾ പാസാക്കുന്ന ബില്ലുകളിൽ സമയപരിധി നിശ്ചയിക്കാൻ പറ്റുമോ കോടതികൾക്ക് എന്നതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അത്തരമൊരു സമയപരിധി നിശ്ചയിക്കാൻ കോടതികൾക്ക് അവകാശമില്ല, കോടതികൾക്ക് സാധിക്കില്ല എന്ന കാര്യം ഇന്ന് കോടതി വ്യക്തമാക്കിയിരിക്കുകയാണ്. അത് ഗവർണർമാരുടെ, രാഷ്ട്രപതിയുടെ ഒക്കെ വിവേചനാധികാരമാണ്. അതിലൊരു സമയപരിധി നിശ്ചയിക്കുക എന്നത് കോടതികൾക്ക് സാധ്യമല്ല എന്ന് വിശാല ബെഞ്ച് ഈ റഫറൻസിന് മറുപടി നൽകിയിരിക്കുന്ന സാഹചര്യമാണ് ഇന്നുള്ളത്. പക്ഷേ ഇത് അനിശ്ചിതമായി നീണ്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകാൻ പാടില്ലാത്തതാണ് എന്ന കാര്യം കൂടി കോടതി വളരെ വ്യക്തമായി പറയുന്നു. അതായത്
ഈ ബില്ലുകൾക്ക് മേൽ അടയിരിക്കാനുള്ള അവകാശം ഗവർണർമാർക്കില്ല, രാഷ്ട്രപതിക്കില്ല. അത് ഒരു നിശ്ചിത സമയപരിധിക്കുള്ളിൽ ചെയ്തു തീർക്കേണ്ടുന്ന കർത്തവ്യമാണ് എന്നത് കൂടി കോടതി ഉറപ്പിക്കുകയാണ്. അത് അനിശ്ചിതമായി നീട്ടിക്കൊണ്ടുപോവുക എന്നത് സാധ്യമല്ല. അങ്ങനെ നീണ്ടുപോകുന്ന ഒരു സാഹചര്യത്തിൽ ഒരു പക്ഷേ കോടതി ഇടപെടലുകൾ സാധ്യമാകും. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ കോടതികൾക്ക് ഇടപെടാൻ കഴിയും എന്നുകൂടി ഇന്ന് കോടതി പ്രഖ്യാപിച്ചിരിക്കുന്ന അല്ലെങ്കിൽ രാഷ്ട്രപതിയുടെ റഫറൻസിന് മറുപടി നൽകിയിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. വളരെ നിർണായകമായിരുന്നു ഈ തീരുമാനം എന്നത് നമുക്കറിയാം. കേരളവും തമിഴ്നാടും പഞ്ചാബും ഒക്കെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കോടതിയെ സമീപിച്ചിരുന്നതാണ്. തമിഴ്നാടിന്റെ ഹർജിയിൽ കേരളം കക്ഷി ചേർന്നിരുന്നതാണ്. അവിടെയാണ് ഇന്ന് വിശാല ബെഞ്ച് ഇതിൽ ഒരു വ്യക്തത നൽകുന്നത്. പാസാക്കുന്ന ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ രാഷ്ട്രപതിക്കും ഗവർണർക്കും സമയപരിധി നിശ്ചയിച്ച 2 അംഗ ബെഞ്ചിന്റെ തീരുമാനം തള്ളിക്കൊണ്ടാണ് ഭരണഘടനാ ബെഞ്ച് റഫറൻസിന് ഈ മറുപടികൾ നൽകിയിരിക്കുന്നത്. രാഷ്ട്രപതിക്കും ഗവർണർക്കും ബില്ലുകളിൽ തീരുമാനമെടുക്കുന്നതിന് സമയപരിധി നിശ്ചയിക്കാനാകില്ല എന്ന് കോടതി വ്യക്തമാക്കുന്നു. രാഷ്ട്രപതിയുടെ 14 ചോദ്യങ്ങളാണ് ഉണ്ടായിരുന്നത്. ഈ 14 ചോദ്യങ്ങൾ അടങ്ങിയ റഫറൻസിനാണ് സുപ്രീം കോടതി മറുപടി നൽകിയത്. ചീഫ് ജസ്റ്റിസ് BR ഗവായ് ഉൾപ്പെട്ട 5 അംഗ ബെഞ്ചാണ് വിഷയത്തിൽ വിശദമായ വാദം കേട്ട ശേഷം മറുപടി നൽകിയത്. എങ്ങനെയാണ് ഈ കേസ് സുപ്രീം കോടതിയിൽ എത്തിയത് എന്നത് പരിശോധിച്ചാൽ നിയമസഭ പാസാക്കിയ 10 ബില്ലുകൾ ഗവർണർ അകാരണമായി തടഞ്ഞുവെച്ചത് ചോദ്യം ചെയ്ത് തമിഴ്നാടാണ് ആദ്യം സുപ്രീം കോടതിയെ സമീപിച്ചത്. ഹർജി പരിഗണിച്ച 2 അംഗ ബെഞ്ച് ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ ഗവർണർക്കും രാഷ്ട്രപതിക്കും സമയപരിധി വെച്ചു. മാത്രമല്ല തമിഴ്നാട് ഗവർണർ പിടിച്ചുവെച്ച 10 ബില്ലുകൾക്കും അനുമതി നൽകിയതായി പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇതേ തുടർന്നാണ് കേന്ദ്ര സർക്കാർ രാഷ്ട്രപതി മുഖേന സുപ്രീം കോടതിക്ക് റഫറൻസ് അയക്കുന്നത്. കേരളവും ബംഗാളും പഞ്ചാബും തമിഴ്നാടിനൊപ്പം കക്ഷി ചേർന്നു. മഹാരാഷ്ട്രയും ഛത്തീസ്ഗഡും കേന്ദ്രത്തോടൊപ്പം കക്ഷി ചേരുന്ന ഒരു സാഹചര്യവും പിന്നീടുണ്ടായി. ചീഫ് ജസ്റ്റിസ് BS ഗവായ് അധ്യക്ഷനായ 5 അംഗ ഭരണഘടനാ ബെഞ്ച് 10 ദിവസം വാദം കേട്ടാണ് ഇപ്പോൾ വിശദമായ മറുപടി ഇതിന് നൽകിയിരിക്കുന്നത്. രാഷ്ട്രപതിയുടെ തീരുമാനത്തിന് സമയപരിധി വയ്ക്കാൻ കോടതിക്ക് കഴിയുമോ എന്നതുൾപ്പെടെ 14 ചോദ്യങ്ങളാണ് ഉണ്ടായിരുന്നത്. ഭരണഘടനയുടെ 143(1) പ്രകാരമുള്ള റഫറൻസിൽ രാഷ്ട്രപതി ഈ 14 ചോദ്യങ്ങളാണ് ഉന്നയിച്ചിരുന്നത്. ഇതിലെ പ്രധാനപ്പെട്ട കോടതി നിരീക്ഷണങ്ങൾ ഇങ്ങനെയാണ്. ബില്ല് വന്നാൽ ഗവർണർ അത് അനിയന്ത്രിതമായി പിടിച്ചുവെക്കുന്നത് ഫെഡറൽ തത്വങ്ങൾക്കെതിരാണെന്ന് കോടതി നിരീക്ഷിക്കുന്നു. ബില്ലുകളിൽ ഭരണഘടനാപരമായ തീരുമാനം ഗവർണർ എടുക്കണം. ബില്ലുകളിൽ തീരുമാനമെടുക്കുമ്പോൾ ഗവർണർക്ക് വിവേചനാധികാരം ഉപയോഗിക്കാം. ബിൽ പിടിച്ചുവെക്കുകയല്ല, നിയമസഭയുമായുള്ള ആശയവിനിമയത്തിലൂടെയും ചർച്ചയിലൂടെയും പ്രശ്നം പരിഹരിക്കുകയാണ് വേണ്ടതെന്ന് കോടതി പറയുന്നു. ഗവർണർക്ക് മുന്നിൽ 3 വഴികളുണ്ട്. അതായത് ഭരണഘടനയിൽ തന്നെ പറയുന്ന പോലെയുള്ള 3 വഴികൾ. അത് 1 ഒപ്പുവെക്കുക, 2 രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക് അയക്കുക, ഒപ്പിടാതെ മാറ്റിവെച്ച് പിന്നീട് നിയമസഭയ്ക്ക് തിരിച്ചയക്കുക എന്നതാണ് വഴികൾ. അല്ലാതെ അനിശ്ചിത കാലത്തേക്ക് പിടിച്ചുവെക്കാനാകില്ല എന്നതുകൂടി കോടതി വ്യക്തമാക്കുകയാണ്. അപ്പോൾ ഏറ്റവും പ്രധാന സംശയം അനിശ്ചിത കാലത്തേക്ക് ഈ ബില്ലുകൾ വെക്കാൻ കഴിയുമോ എന്നതായിരുന്നു. അത് പറ്റില്ല എന്ന് കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതിൽ 2 ചോദ്യവും 2 ഉത്തരങ്ങളുമാണ് ഏറ്റവും പ്രധാനം. അനുച്ഛേദം 200 അനുസരിച്ച് ഗവർണർ എടുക്കുന്ന തീരുമാനങ്ങൾ കോടതികളിൽ ചോദ്യം ചെയ്യാൻ കഴിയുമോ എന്നതായിരുന്നു അതിലെ പ്രധാനപ്പെട്ട ഒരു റഫറൻസിലെ ഒരു പ്രധാനപ്പെട്ട ചോദ്യം. അനുച്ഛേദം 200 അനുസരിച്ചുള്ള ഗവർണറുടെ നടപടികൾ കോടതികളിൽ ചോദ്യം ചെയ്യാനാകില്ല എന്നതാണ് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. അത്തരം തീരുമാനങ്ങളുടെ വസ്തുതകളിലേക്കും കാരണങ്ങളിലേക്കും കടക്കാനും കോടതികൾക്ക് അനുവാദമില്ല. എന്നാൽ പരിഗണനയ്ക്ക് വരുന്ന ബില്ലുകൾ പ്രകടമായ രീതിയിൽ നീട്ടിക്കൊണ്ടുപോവുകയോ അകാരണമായി വെച്ച് താമസിപ്പിക്കുകയോ ചെയ്യുകയാണെങ്കിൽ ന്യായമായ ഒരു സമയപരിധിക്കുള്ളിൽ ഭരണഘടനാപരമായ ചുമതല നിറവേറ്റാൻ ഗവർണറോട് നിർദ്ദേശിക്കാൻ കോടതിക്ക് കഴിയും. അത്തരം നിർദ്ദേശങ്ങൾ നൽകുമ്പോഴും ഗവർണറുടെ നിലപാടിന്റെ മെറിറ്റിനെ കുറിച്ചുള്ള പരാമർശങ്ങൾ പാടില്ല എന്നതാണ് കോടതി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അനിശ്ചിതമായി ഇത് നീണ്ടുപോയാൽ കോടതിക്ക് അതിൽ ഇടപെട്ട് തീരുമാനമെടുക്കാൻ ഗവർണറോട് ആവശ്യപ്പെടാം. അപ്പോഴും ഒരു സമയപരിധി നിശ്ചയിച്ചുകൊണ്ടല്ല, ഇത് നീണ്ടുപോകുന്ന സാഹചര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തീരുമാനമെടുക്കാൻ ആവശ്യപ്പെടാം എന്നതാണ് വളരെ പ്രധാനപ്പെട്ട നിരീക്ഷണം. ഏറ്റവും വലിയ ആശങ്ക എന്നതും ഇത് തന്നെയായിരുന്നു. ഇത് അനിശ്ചിതമായി നീട്ടിവെക്കാൻ കഴിയുമോ എന്നത്. കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ നേരിട്ട ഭരണപരമായ വലിയ വെല്ലുവിളിയും ആ സാഹചര്യം തന്നെയായിരുന്നു. അനിശ്ചിതമായി ബില്ലുകൾ
നീട്ടിക്കൊണ്ടുപോകുന്ന പ്രവണത, അതിനെതിരെയാണ് നിയമ നടപടികൾ സംസ്ഥാനം ആരംഭിച്ചത്. മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം, രാഷ്ട്രപതി അനുച്ഛേദം 201 അനുസരിച്ചുള്ള ഉത്തരവാദിത്തം നിറവേറ്റുന്നതിന് ഭരണഘടന സമയപരിധി വെച്ചിട്ടില്ല. ഇത്തരം സാഹചര്യങ്ങളിൽ കോടതി ഉത്തരവിലൂടെ അനുച്ഛേദം 201 പ്രകാരമുള്ള ചുമതലകൾ നിറവേറ്റാൻ സമയപരിധി നിശ്ചയിക്കാനാകുമോ എന്നതായിരുന്നു. അതിന് സുപ്രീം കോടതി നൽകുന്ന മറുപടി ഇപ്രകാരമാണ്: ഭരണഘടന സമയപരിധി നിശ്ചയിച്ചിട്ടില്ലാത്തതിനാൽ കോടതികൾ നേരിട്ട് സമയപരിധി വെക്കുന്നതും അനുച്ഛേദം 200 നടപ്പാക്കാൻ അത്തരം ഉത്തരവുകൾ പുറപ്പെടുവിക്കുന്നതും ഉചിതമല്ല. അപ്പോൾ ഏതെങ്കിലും ഒരു ഉത്തരവിലൂടെ സമയപരിധി നിശ്ചയിച്ചുകൊണ്ട് അത് ആവശ്യപ്പെടാൻ, അങ്ങനെ ഉത്തരവിടാൻ കോടതിക്ക് കഴിയില്ല എന്നതാണ് കോടതി ചൂണ്ടിക്കാട്ടുന്നത്. അതുകൊണ്ടാണ് 2 അംഗ ബെഞ്ചിന്റെ വിധി അസാധുവായി പോകുന്നതും റദ്ദാകുന്നതും. അവർ സമയപരിധി നിശ്ചയിച്ചുകൊണ്ടാണ് അത്തരം ഒരു ഇടപെടൽ ഈ വിഷയത്തിൽ നടത്തിയിരുന്നത് എന്നതാണ് സാഹചര്യം. അപ്പോൾ ആ വലിയ ഒരു പ്രശ്നത്തിനാണ് ഇന്ന് സുപ്രീം കോടതി ഒരു തീർപ്പുണ്ടാക്കിയിരിക്കുന്നത്, 5 അംഗ ബെഞ്ച് തീർപ്പുണ്ടാക്കിയിരിക്കുന്നത്. ഈ സുപ്രീം കോടതിയിലെ ഇന്നത്തെ നടപടികൾ കേരളത്തിന് അനുകൂലമാണ് എന്നതാണ് നിയമമന്ത്രി പി രാജീവ് ചൂണ്ടിക്കാട്ടിയത്. ബില്ലുകൾ ഒപ്പിടാനുള്ള സമയപരിധിയുമായി ബന്ധപ്പെട്ട് രാഷ്ട്രപതി റഫറൻസിലുള്ള സുപ്രീം കോടതി വിധി ഒറ്റ നോട്ടത്തിൽ കേരളം ആവശ്യപ്പെട്ടതിൽ അനുകൂല വിധി എന്ന നിലയിലാണ് അദ്ദേഹം വിലയിരുത്തുന്നത്. നിയമസഭ പാസാക്കിയ ബില്ലുകൾ തടഞ്ഞുവെക്കുന്നത് ജനാധിപത്യത്തിനെതിരാണെന്നും സമയബന്ധിതമായ ബില്ലുകൾ തീർപ്പാക്കാത്തത് ഭരണഘടനയ്ക്ക് എതിരാണെന്നും കേരളം പറഞ്ഞു. അത് സുപ്രീം കോടതി ശരിവെച്ചിരിക്കുന്നു എന്നതാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ അത് കേരളത്തിന് അനുകൂലം എന്നതാണ് മന്ത്രി പി രാജീവ് വ്യക്തമാക്കുന്നത്. ഇതിൽ കോടതിയുടെ മറ്റൊരു നിരീക്ഷണം കൂടി വളരെ പ്രസക്തമാണ്. തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരാണ് ഡ്രൈവിംഗ് സീറ്റിൽ ഉണ്ടായിരിക്കേണ്ടതെന്നും സംസ്ഥാനത്ത് 2 എക്സിക്യൂട്ടീവ് അധികാരങ്ങൾ ഉണ്ടാകരുതെന്നും കോടതി അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഭരണചക്രം മുന്നോട്ട് നയിക്കേണ്ടത് തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരാണ് എന്നത് കോടതി അടിവരയിടുകയാണ്. അവിടെ 2 അധികാര കേന്ദ്രങ്ങൾ ഉണ്ടാകരുതെന്ന് കോടതി അടിവരയിടുന്നു. അപ്പോൾ കാര്യങ്ങൾ വ്യക്തമാണ്. തീരുമാനങ്ങൾ എടുക്കേണ്ടത്, നടപ്പാക്കേണ്ടതൊക്കെ തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരുകളാണ്. അതിൽ 2 ഭരണ കേന്ദ്രങ്ങൾ ഉണ്ടാകാൻ ഒരിക്കലും പാടില്ല എന്നത്. ഒപ്പം തന്നെ എന്തൊക്കെയാണ് ഗവർണർക്ക് അല്ലെങ്കിൽ രാഷ്ട്രപതി ചെയ്യാൻ പറ്റുന്ന 3 കാര്യങ്ങൾ എന്നത് കോടതി അടിവരയിടുന്നുണ്ട്. ആ 3 കാര്യങ്ങൾ: 1 ഒപ്പിടുക, അല്ലെങ്കിൽ രാഷ്ട്രപതിക്ക് അയക്കുക, അല്ലെങ്കിൽ ഇത് തിരിച്ച് സർക്കാരിന് അയക്കുക. ഈ 3 കാര്യങ്ങൾ ചെയ്യുക എന്നതാണ്. ഒപ്പം തന്നെ അനിയന്ത്രിതമായി ഇത് നീട്ടിക്കൊണ്ട് പോകരുത് എന്ന് പറയുമ്പോൾ ഇത് ഭരണ സംവിധാനം മുന്നോട്ട് നയിക്കാൻ സർക്കാരിനൊപ്പം നിന്ന് പ്രവർത്തിക്കുകയാണ് ഗവർണറുടെ ഉത്തരവാദിത്വം എന്നത് കോടതി അടിവരയിടുകയാണ്. ഭരണഘടന സമയക്രമം നിശ്ചയിച്ചിട്ടില്ലാത്തതിനാൽ അത്തരമൊരു സമയക്രമം നിശ്ചയിച്ച് നൽകാൻ ഞങ്ങൾക്കാവില്ല എന്ന നിസ്സഹായ അവസ്ഥ പറയുകയാണ്. അപ്പോൾ ചെയ്യേണ്ടത് ഭരണത്തിന് അനുകൂലമായ വിധത്തിൽ, അവിടെ അനിശ്ചിതത്വം ഉണ്ടാകാത്ത രീതിയിൽ അത് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഗവർണർമാർ അവരുടെ ഉത്തരവാദിത്വത്തിനൊത്ത് ഉയർന്ന് പ്രവർത്തിക്കണം എന്ന് പറയാതെ പറയുകയാണ് കോടതി ഇവിടെ ചെയ്തിട്ടുള്ളത്. ആ സമയക്രമം അനിശ്ചിതമായി നീട്ടാൻ പാടില്ല എന്ന് പറയുമ്പോൾ വിവേചനാധികാരം ഒരു തരത്തിലും സർക്കാരുകളെ ബുദ്ധിമുട്ടിക്കരുതാകരുത് എന്ന് പറയുന്നതിൽ എല്ലാമുണ്ട്. പക്ഷേ അത് പാലിക്കാത്തവർക്ക് വേണമെങ്കിൽ ഇനിയും അനിശ്ചിതമാക്കി നീട്ടിക്കൊണ്ടുപോകാൻ കഴിയും എന്ന ഒരു സാഹചര്യം വീണ്ടും നിലനിൽക്കുന്നു എന്നതാണ് ഇതിന്റെ മറ്റൊരു ഭാഗം, അല്ലെങ്കിൽ ഇതിന്റെ ഡീമെറിറ്റ് എന്ന് പറയുന്നത്. അത് നേരത്തെയും ഭരണഘടനയിലെ ആ ഒരു ലൂപ്പ് ഹോൾ ഉപയോഗിച്ചുകൊണ്ടാണ്, കൃത്യമായ സമയക്രമം ഇല്ല എന്ന ലൂപ്പ് ഹോൾ ഉപയോഗിച്ചുകൊണ്ടാണ് മുൻ ഗവർണർ, നമ്മുടെ കേരളത്തിലേത് ഉൾപ്പെടെയുള്ള മുൻ ഗവർണർ അത്തരം നീക്കങ്ങൾ നടത്തിയിരുന്നത്. അതിനുള്ള സാഹചര്യങ്ങളും സാധ്യതകളും ഒരുപക്ഷെ ഇപ്പോഴും നിലനിൽക്കുന്നു. അപ്പോഴും കോടതിയെ സമീപിച്ചാൽ കോടതിക്ക് അനിശ്ചിതമായി നീണ്ടുപോകുന്ന സാഹചര്യത്തിൽ ഇടപെടൽ സാധ്യമാക്കും എന്നുകൂടി പറയുകയാണ്. അപ്പോൾ ഇതാണ് കേരളം, ഒപ്പം തമിഴ്നാട്, ബംഗാൾ ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഇപ്പോഴത്തെ വിഷയത്തിൽ സുപ്രീം കോടതി ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു തീർപ്പ്. നമുക്ക് മറ്റ് ഫോക്കസ് വാർത്തകളിലേക്ക് തിരിച്ചെത്താം ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം. ചെങ്കോട്ട സ്ഫോടനവുമായി ബന്ധപ്പെട്ടുള്ള വളരെ നിർണായക വിവരങ്ങളാണ് അന്വേഷണം പുരോഗമിക്കുമ്പോൾ ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഈ കേസുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ള വളരെ നിർണായകമായ വിവരങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് നേരത്തെ തന്നെ അറിയാം. ഈ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് ഉള്ള ഭീകര സംഘം, ഇത് നടത്തിയ ഭീകര സംഘം, വൈറ്റ് കോളർ ടെറർ മൊഡ്യൂൾ, അവരുടെ ഒരു പ്രധാന കേന്ദ്രം എന്ന് പറയുന്നത് ഫരീദാബാദിലെ അൽഫലാഖ് സർവകലാശാല ആയിരുന്നു എന്നത് ഏറെക്കുറെ വ്യക്തമായ കാര്യമാണ്. ഈ അൽഫലാഖ്
സർവകലാശാല കേന്ദ്രീകരിച്ചാണ് ഇവരുടെ പ്രവർത്തനങ്ങൾ നടന്നിരുന്നത്. ഈ സ്ഫോടനത്തിന് ഉപയോഗിച്ച, ഈ ചാവേർ ആക്രമണത്തിന് ഉപയോഗിച്ച കാർ ഉൾപ്പെടെ ഈ സർവകലാശാലയിലാണ് സൂക്ഷിച്ചിരുന്നത്. ഒപ്പം പ്രധാനപ്പെട്ട പ്രതികളുടെ വാഹനങ്ങളും അവരുടെ സ്ഫോടക വസ്തുക്കൾ കൈകാര്യം ചെയ്യാനും ഒക്കെയുള്ള ഒരു പ്രധാനപ്പെട്ട ഇടമായി ഈ സർവകലാശാല മാറിയിരുന്നു എന്ന കണ്ടെത്തലുകൾ നേരത്തെ തന്നെ അന്വേഷണ സംഘം നടത്തിയിട്ടുള്ളതാണ്. അപ്പോൾ അന്വേഷണ സംഘം പ്രധാനമായും ഈ സർവകലാശാല കേന്ദ്രീകരിച്ചാണ് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അവിടെ വളരെ പ്രധാനപ്പെട്ട ചില കണ്ടെത്തലുകൾ ഇന്ന് ഇപ്പോൾ അന്വേഷണ സംഘം നടത്തിയിരിക്കുന്നത്, ഈ സർവകലാശാലയിൽ പഠിച്ചിരുന്ന ഭീകരർ നേരത്തെയും ഈ രാഷ്ട്രം ലക്ഷ്യമിട്ടുകൊണ്ടുള്ള പല സ്ഫോടനങ്ങളും നടത്തിയിട്ടുണ്ട് എന്ന ഒരു നിർണായകമായ കണ്ടെത്തലിലേക്കാണ് അന്വേഷണ സംഘം എത്തിയിരിക്കുന്നത്. അത് മിർസ ഷദാബ് എന്ന് പറയുന്ന ഭീകരൻ, ആ സ്ഫോടന കേസുകളുടെ മുഖ്യ സൂത്രധാരനായിരുന്ന മിർസ ഈ അൽ ഫലാഹ് സർവകലാശാലയിലെ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയായിരുന്നു എന്ന വിവരമാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്. 2007 ഗോരഖ്പൂരിലും 2008 അഹമ്മദാബാദിലും നടന്ന സ്ഫോടനങ്ങൾക്ക് പിന്നിൽ ഈ മിർസ ഷദാബ് ആയിരുന്നു. ഇയാൾ 2007 അൽ ഫലാഹ് സർവകലാശാലയിൽ നിന്ന് എഞ്ചിനീയറിംഗ് പഠനം പൂർത്തിയാക്കിയ വ്യക്തിയാണ് എന്ന വിവരങ്ങളാണ് അന്വേഷണ ഏജൻസിയെ, അവിടുത്തെ സോഴ്സുകളെ ഉദ്ധരിച്ച് ദേശീയ മാധ്യമം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. നോക്കൂ, 2007 അൽ ഫലാഹ് സർവകലാശാലയിൽ നിന്ന് എഞ്ചിനീയറിംഗ് പഠനം പൂർത്തിയാകുന്ന മിർസ ആ വർഷം തന്നെ ഗോരഖ്പൂരിൽ ഒരു സ്ഫോടനം നടത്തുന്നു. അതിന്റെ തൊട്ടടുത്ത വർഷം അഹമ്മദാബാദിൽ സ്ഫോടനം നടത്തുന്നു. രാജ്യത്ത് ഉണ്ടായിട്ടുള്ള 5ഓളം സ്ഫോടനങ്ങൾക്ക് പിന്നിൽ ഈ മിർസ എന്ന കൊടും കുറ്റവാളിയാണ് എന്നതാണ് വ്യക്തമായിട്ടുള്ളത്. ഇയാളെ ചുറ്റിപ്പറ്റിയുള്ള അന്വേഷണങ്ങളിലേക്ക് കൂടി കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ഈ അൽ ഫലാഹ് സർവകലാശാല എന്ന് പറയുന്നത് ഈ വൈറ്റ് കോളർ ടെറർ മൊഡ്യൂളിന്റെ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രം എന്ന നിലയിലുള്ള നിർണായക വിവരങ്ങളാണ് അന്വേഷണ സംഘത്തിന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ 2007 മിർസ ഷദാബ് അൽ ഫലാഹ് സർവകലാശാലയിൽ നിന്ന് ബിടെക് പഠനം പൂർത്തിയാക്കുന്നത്. ഇന്ത്യൻ മുജാഹിദീൻ സംഘവുമായാണ് ഇയാൾക്ക് ബന്ധമുണ്ട് എന്ന് ആരോപിക്കപ്പെട്ടിരുന്നത്. മിർസ ഷദാബ് ഈ പഠനം പൂർത്തിയാക്കി ഇറങ്ങുന്നു. ഇയാൾ രാജ്യത്തുടനീളം 5ഓളം സ്ഫോടനങ്ങൾ നടത്തുന്നു. കഴിഞ്ഞ 2 പതിറ്റാണ്ടോളമായി ഇയാൾ പക്ഷേ ഒളിവിലാണ്. ഇയാൾ അന്വേഷണ സംഘത്തിന് ഇയാളെ കണ്ടെത്താനായിട്ടില്ല. 2008 ഡൽഹി സ്ഫോടനത്തെ തുടർന്ന് ഇന്ത്യ വിട്ട മിർസ പാകിസ്ഥാനിലേക്ക് കടന്നിരിക്കുന്നു എന്നതാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുള്ള വിവരം. പിന്നീട് ഇയാൾ IS ഭീകര സംഘടനയിൽ ചേർന്നു എന്ന വിവരവും അന്വേഷണ സംഘത്തിനുണ്ട്. ഇന്ത്യ തിരയുന്ന ഏറ്റവും വലിയ ഭീകരരിൽ ഒരാളാണ് ഈ മിർസ എന്ന് പറയുന്നയാൾ. ഇയാൾ ഈ 5ഓളം സ്ഫോടനങ്ങൾ, രാജ്യത്ത് നടന്ന 5ഓളം സ്ഫോടനങ്ങൾക്ക് പിന്നിൽ ഇയാളുടെ പങ്ക് അന്വേഷണ സംഘത്തിന് വ്യക്തമായിട്ടുണ്ട്. ഇയാൾ ഇപ്പോൾ IS ഭീകര സംഘടനയുടെ ഭാഗമാണ് എന്നതാണ് മനസ്സിലാക്കുന്നത്. UPയിലെ അസംഗഡ് സ്വദേശിയാണ് മിർസ ഷദാബ്. ഇയാൾ അൽ ഫലാഹ് സർവകലാശാലയിൽ എത്തുകയും അവിടെ പഠനം പൂർത്തിയാക്കുകയും അതിനുശേഷമാണ് ഈ സ്ഫോടനങ്ങൾ രാഷ്ട്രത്തിന്റെ പല ഭാഗങ്ങളിലും നടത്തുകയും ചെയ്തിരിക്കുന്നത് എന്നതാണ്. അപ്പോൾ നേരത്തെയും രാജ്യം ലക്ഷ്യമിട്ട സ്ഫോടന കേസുകളിലെ ഭീകരർ ഈ അൽ ഫലാഹ് സർവകലാശാലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്നു, അല്ലെങ്കിൽ അവിടുത്തെ വിദ്യാർത്ഥികളായിരുന്നു എന്ന വളരെ നിർണായകമായ വിവരമാണ് അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത്. അപ്പോൾ പ്രധാനപ്പെട്ട ടെറർ മൊഡ്യൂൾ കേന്ദ്രീകരിച്ചിരുന്ന ഇടമായി അൽ ഫലാഹ് സർവകലാശാല മാറുകയാണ്. ഡൽഹിയിലെയും ഫരീദാബാദിലെയും 25 സ്ഥലങ്ങളിൽ NIA റെയ്ഡ് നടത്തുകയുണ്ടായി. ഭീകരബന്ധം പുറത്തു വന്നതിന് പിന്നാലെ സർവകലാശാലയ്ക്കെതിരെ ഡൽഹി പോലീസ് 2 കേസുകൾ ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഫരീദാബാദിലെ അൽ ഫലാഹ് സർവകലാശാലയിൽ ജോലി ചെയ്യുകയോ അല്ലെങ്കിൽ അവിടെ പഠിക്കുകയോ ചെയ്തിരുന്ന ഏതാണ്ട് 10ഓളം പേർ ഇപ്പോൾ മിസ്സിംഗ് ആണ് എന്ന ഒരു വിവരം കൂടി അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്നും ലഭിക്കുന്നുണ്ട്. അതായത് ഈ ഭീകര പ്രവർത്തനവുമായി നേരിട്ട് ഇടപെട്ടവരായിരിക്കാം, നേരിട്ട് ബന്ധമുള്ളവരായിരിക്കാം ഇവർ എന്നതാണ് ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥർ കരുതുന്നത്. ഈ 10 പേരെ കുറിച്ച് യാതൊരു വിവരവുമില്ല. ഇവർ പലരും ഒളിവിലാണ് എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. രാജ്യം വിട്ടിരിക്കാനുള്ള സാഹചര്യവും കൂടി പരിശോധിക്കപ്പെടുന്നുണ്ട്. കാരണം ഈ ഭീകര സംഘം പിടിയിലാവുകയും അതിലെ പല ആളുകളും പിടിയിലാവുകയും ഏറ്റവും ഒടുവിൽ ഉമർ നബി ചെങ്കോട്ടയ്ക്ക് സമീപം സ്ഫോടനം നടത്തുകയും ചെയ്ത സാഹചര്യത്തിൽ പലരും ഇവിടെ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട് എന്നതാണ് അന്വേഷണ സംഘം സംശയിക്കുന്നത്. അങ്ങനെ 10ഓളം പേരുടെ മൊബൈൽ ഫോണുകൾ ഇപ്പോൾ സ്വിച്ച് ഓഫ് ആണ്. ഇവരെ ബന്ധപ്പെടാൻ കഴിയുന്നില്ല. ഇവർ നാട് വിട്ടിട്ടുണ്ട് എന്നതാണ് വിവരം. ഈ അൽ ഫലാഹ് ഗ്രൂപ്പിന്റെ ചെയർമാൻ ജാവേദ് അഹമ്മദ് സിദ്ദിഖിയെ ED
കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തിരുന്നു. ഒരു ദിവസം മുഴുവൻ നീണ്ട പരിശോധനകൾക്കും ചോദ്യം ചെയ്യലിനും ഒടുവിലാണ് ഈ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ നീങ്ങിയത്. അൽഫലാഖ് ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട് കള്ളപ്പണം വെളുപ്പിക്കൽ ഉണ്ടായിട്ടുണ്ട് എന്നതാണ് ED വൃത്തങ്ങൾ നൽകുന്ന സൂചന. വിശദമായ അന്വേഷണമാണ് ഇപ്പോൾ ഈ അൽഫലാഖ് സർവകലാശാലയ്ക്കെതിരെ നടക്കുന്നത്. ED കൂടി അന്വേഷണം നടത്തുന്നു. നേരത്തെ നമുക്കറിയാം SIT, ഡൽഹി പോലീസിന്റെ ഒക്കെ ഭാഗമായിട്ടുള്ള അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് നടക്കുകയായിരുന്നു. നാക്കിന്റെ അക്രഡിറ്റേഷൻ ഉണ്ടെന്ന് വ്യാജരേഖ ചമച്ച് വിദ്യാർത്ഥികളിൽ നിന്ന് പണം വാങ്ങി എന്നതാണ് ED അന്വേഷിക്കുന്ന കേസിന് ആധാരമായിട്ടുള്ള സംഭവം. അൽഫലാഖ് സർവകലാശാലയുടെ മാനേജിംഗ് ട്രസ്റ്റിമാരിൽ ഒരാളാണ് ജാവേദ് അഹമ്മദ് സിദ്ദിഖി. ഡൽഹിയിലും ഹരിയാനയിലും അടക്കം 19 കേന്ദ്രങ്ങളിലാണ് ED ഇന്ന് മറ്റ് പരിശോധനകൾ നടത്തിയത്. സർവകലാശാലയ്ക്ക് ലഭിച്ച കോടിക്കണക്കിന് രൂപ കുടുംബ ട്രസ്റ്റുകളിലേക്ക് വകമാറ്റിയെന്ന് EDയുടെ അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. EDയുടെ പരിശോധനയിൽ കണക്കിൽപ്പെടാത്ത 48 ലക്ഷം രൂപയും പിടിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ വ്യാപകമായ പരിശോധനകൾ നടക്കുന്നു. അപ്പോൾ അതിന്റെ ഭാഗമായി ഇന്നും 3ഓളം അറസ്റ്റ് ഉണ്ടായിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ അൽഫലാഖ് സർവകലാശാല കേന്ദ്രീകരിച്ചുള്ള വ്യാപകമായ പരിശോധനയിൽ പല കാര്യങ്ങളും വെളിച്ചത്തേക്ക് വരികയാണ്. ഡൽഹി സ്ഫോടന കേസിലെ ഭീകരർക്ക് കേന്ദ്രമായി തന്നെ ആ സർവകലാശാല മാറിയിരുന്നു എന്നതാണ് മനസ്സിലാകുന്നത്. അവരുടെ ഒരു വലിയ സാമ്പത്തിക സ്രോതസ്സും അതായിരുന്നു എന്നത് സൂചിപ്പിക്കുന്നു. വൈറ്റ് കോളർ ഭീകര സംഘത്തിലെ പ്രധാനികൾക്ക് എല്ലാം സർവകലാശാലയുമായി ബന്ധമുണ്ടായിരുന്നു. അത് അങ്ങനെ കണ്ടെത്തിയതോടുകൂടിയാണ് ഈ സർവകലാശാല കേന്ദ്രീകരിച്ച് കൂടുതൽ അന്വേഷണം നടത്തുകയും ഇപ്പോൾ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരികയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ഒപ്പം പാകിസ്ഥാന് ഈ സ്ഫോടനവുമായി ബന്ധപ്പെട്ടുള്ള ഇതിന്റെ കണ്ണുകൾ നീങ്ങുന്നത് പാകിസ്ഥാനിലേക്കാണ് എന്നതുകൂടി കൂടുതൽ വ്യക്തമാവുകയാണ്. സ്ഫോടനത്തിന് പിന്നിൽ പാകിസ്ഥാനെന്ന് പാക് അധീന കാശ്മീരിലെ മുൻ പ്രധാനമന്ത്രി ചൗധരി അൻവറുൽ ഹക്ക് വെളിപ്പെടുത്തിയിരിക്കുന്ന കാര്യമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ബലൂചിസ്ഥാനിൽ വീണ ചോരയ്ക്ക് പകരം ചെങ്കോട്ട മുതൽ കശ്മീർ വരെ പകരം വീട്ടുമെന്ന് താൻ മുമ്പ് പറഞ്ഞിരുന്നു. അതിപ്പോൾ നടപ്പിലായെന്നാണ് അൻവറുൽ ഹക്ക് പ്രസംഗിക്കുന്നത്. അതിന്റെ വീഡിയോ ആണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. നേരത്തെ ഉമർ നബിക്കും സംഘത്തിനും വേണ്ടി പാകിസ്ഥാനിൽ പണപ്പിരിവ് നടന്നു എന്ന റിപ്പോർട്ടുകൾ വന്നിരുന്നു. സതാബെ എന്ന വാലറ്റ് ആപ്പിലൂടെ ഏതാണ്ട് 20,000 പാക് രൂപ വീതം സംഭാവന ആവശ്യപ്പെട്ടതായും അങ്ങനെ സംഭാവന പിരിച്ചിട്ടുണ്ട് എന്നതുമാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. ഉമർ നബിയുടേതടക്കം ഉള്ള ഫോണുകൾ പരിശോധിക്കുമ്പോഴാണ് ഈ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുന്നത്. ചാവേർ ആക്രമണത്തിലെ മതത്തിന്റെ ഏറ്റവും വലിയ മഹത്തരമായ പ്രവൃത്തി എന്ന് ഉമർ നബി വിശേഷിപ്പിക്കുന്ന വീഡിയോ നേരത്തെ വന്നതാണ്. അത് ഉമർ നബിയുടെ ഫോൺ പരിശോധിച്ചതിൽ നിന്ന് അന്വേഷണ സംഘത്തിന് ലഭിച്ചതാണ് ആ വീഡിയോ. ആ ഫോൺ കൂടുതലായി പരിശോധിക്കുമ്പോഴാണ് പാകിസ്ഥാനിൽ ഇവർക്ക് വേണ്ടി പണപ്പിരിവ് നടന്നു എന്ന വിവരം പുറത്തുവരുന്നത്. ജെയ്ഷെ മുഹമ്മദ് ഇന്ത്യയിൽ ചാവേർ ആക്രമണം നടത്താനാണ് ഈ പണപ്പിരിവ് നടത്തിയത് എന്ന വിവരങ്ങളാണ് ഈ ഫോണിൽ നിന്ന് ലഭിക്കുന്നത്. അപ്പോൾ അങ്ങനെ പാകിസ്ഥാന്റെ ബന്ധം ഇതുമായി ഉള്ള പാകിസ്ഥാന്റെ ബന്ധം കൂടി കൂടുതലായി പുറത്തേക്ക് വരുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. 11 വ്യക്തികൾക്ക് ഉമർ ഈ ചാവേർ ആക്രമണം സംബന്ധിച്ചുള്ള വീഡിയോ പങ്കുവച്ചിരുന്നതിന്റെ തെളിവുകൾ കൂടി അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. മാത്രവുമല്ല മറ്റ് 70-ലധികം വീഡിയോകൾ ഉമർ നബിയുടെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ ഉമർ നബിയുടെ ഫോൺ പരിശോധിച്ചതിൽ നിന്ന് അന്വേഷണ സംഘത്തിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന വിവരങ്ങൾ കൂടി വരികയാണ്. അപ്പോൾ വളരെ നിർണായകമായിട്ടുള്ള വിവരങ്ങളാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ആക്രമണത്തിന് പാകിസ്ഥാന്റെ മണ്ണ് എങ്ങനെയൊക്കെ ഉപയോഗിക്കപ്പെട്ടു എന്നതിൻ്റെ വിവരങ്ങൾ, ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ ആളുകളെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ, അറസ്റ്റുകൾ, ഈ അൽഫലാഖ് സർവകലാശാലയുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ എന്നിവയാണ് ലഭിച്ചിട്ടുള്ളത്. ഇതിപ്പോൾ നമ്മൾ കാണുന്ന വീഡിയോ ബലൂചിസ്ഥാനിൽ വീണ ചോരയ്ക്ക് പകരം ചെങ്കോട്ട മുതൽ കശ്മീർ വരെ പകരം വീട്ടുമെന്ന് താൻ മുൻപ് പറഞ്ഞിരുന്നു എന്ന കാര്യം പാക് അധീന കാശ്മീരിലെ മുൻ പ്രധാനമന്ത്രി ചൗധരി അൻവറുൽ ഹക്ക് പറയുന്ന വീഡിയോ ആണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഈ വീഡിയോ ഉൾപ്പെടെയാണ് പുറത്തു വരുന്നത്. അപ്പോൾ പാകിസ്ഥാന്റെ ബന്ധം എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് എന്നത് കൂടുതൽ വെളിവാവുകയാണ്. लाल किले से लेकर कश्मीर के जंगलों तक तुम्हें घुस के मारेंगे। बोल के ये बात कही कि ये फितना खारिज नहीं है, फितना हिंदुस्तान है। इस खाकसार के पहले जुमले पर ये जुमले तब्दील हुए और रिकॉर्डर ने ये बात सुनी, तारीख ने, कि मैंने ये कहा कश्मीर हाउस में बैठ के
कि अगर नहीं बाज आओगे बलूचिस्तान को ब्लीड करने से तो लाल किले से लेकर कश्मीर के जंगलों तक तुम्हें घुस के मारेंगे। बोल के ये बात कही कि ये फितना खारिज नहीं है, फितना हिंदुस्तान है। इस खाकसार के पहले जुमले पर ये जुमले तब्दील हुए और रिकॉर्ड ने ये बात सुनी, तारीख ने, कि मैंने ये कहा कश्मीर हाउस में बैठ के कि अगर नहीं बाज आओगे बलूचिस्तान को ब्लीड करने से तो लाल किले से लेकर कश्मीर के जंगलों तक तुम्हें घुस के मारेंगे। നമ്മൾ ഇനി ഒരു ഇടവേളയിലേക്ക് കൂടി പോവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം വളരെ പെട്ടെന്ന് തിരിച്ചെത്താം. നമ്മൾ അടുത്ത ഫോക്കസിലേക്ക് കടക്കുകയാണ്. IS ഭീകര സംഘടനയിൽ ചേരാൻ പ്രേരിപ്പിച്ചു 15-കാരനെ എന്ന കേസിൽ വെഞ്ഞാറമൂട് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസാണ്. ആ കേസിൽ NIA ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചിരിക്കുന്നു എന്ന വളരെ സുപ്രധാനമായ ഒരു വിവരമാണ് ഇന്ന് ലഭിച്ചിട്ടുള്ളത്. അത് ഈ കേസ് UAPA ചുമത്തി രജിസ്റ്റർ ചെയ്ത കേസാണ്. ഈ കേസ് NIAക്ക് കൈമാറും മുൻപ് തന്നെയാണ് NIA ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുള്ളത്. അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ടാണ് വളരെ വേഗത്തിൽ NIAയുടെ കൊച്ചി യൂണിറ്റ് ഈ വിഷയവുമായി ബന്ധപ്പെടുകയും പ്രാഥമിക വിവരശേഖരണം നടത്തുകയും ചെയ്തിരിക്കുന്നത്. അപ്പോൾ 15-കാരനെ ഇസ്ലാമിക് സ്റ്റേറ്റിൽ ചേരാൻ പ്രേരിപ്പിച്ചു എന്നതാണ് പരാതി. അത് അമ്മയ്ക്കും രണ്ടാനച്ഛനും എതിരെയുള്ള ഒരു പരാതിയായിരുന്നു. ആ പരാതിയിലാണ് ഇപ്പോൾ NIA ഇതിന്റെ വിശദമായ പരിശോധനകൾ ആരംഭിച്ചിരിക്കുന്നത്. NIAയുടെ കൊച്ചി യൂണിറ്റാണ് അന്വേഷണം നടത്തുന്നത്. 2021 നവംബർ 1-നും 2025 ജൂലൈ 31-നും ഇടയിലുള്ള നടന്ന സംഭവങ്ങളാണ് ഈ കേസിന് ആധാരമായിട്ടുള്ളത്. അതിൽ ഇപ്പോൾ 2025 നവംബർ 14-നാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് വെഞ്ഞാറമൂട് പോലീസ്. അതാണ് ഇപ്പോൾ NIA ഏറ്റെടുക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. ഭീകര സംഘടനയായ ISISൽ ചേരാൻ 15-കാരനെ പ്രേരിപ്പിച്ചു മാതാവും രണ്ടാനച്ഛനും എന്നതാണ് ഈ UAPA കേസിൽ പറയുന്നത്. സംഭവത്തിൽ NIAയും കേന്ദ്ര ഇന്റലിജൻസുമാണ് ഇപ്പോൾ സമാന്തര അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. യുവതിയും ഭർത്താവും കുട്ടിയും 2021 മുതൽ UK-യിൽ താമസിച്ചു വരികയായിരുന്നു. തിരുവനന്തപുരം വെമ്പായത്ത് താമസിക്കുന്ന നെടുമങ്ങാട് സ്വദേശിയായ ക്രിസ്ത്യൻ യുവതി പത്തനംതിട്ട പന്തളം സ്വദേശിയായ യുവാവിന് വിവാഹം കഴിച്ചതിന് ശേഷം മതപരിവർത്തനം നടത്തുന്നു. ഇവരുടെ മകനാണ് ഈ 15-കാരൻ. ഇവർ UK-യിൽ താമസിച്ചു വരികയായിരുന്നു. പിന്നീട് ഇവരുടെ സുഹൃത്തായ ഒരു വെമ്പായം സ്വദേശിയായ അൻസാർ ഈ കുടുംബവുമായി അടുപ്പം പുലർത്തുന്നു UK-യിൽ വെച്ച് ഇയാൾ വീഡിയോ ദൃശ്യങ്ങൾ ഉൾപ്പെടെ കാട്ടി ഈ കുട്ടിയെ ISISലേക്ക് സ്വാധീനിക്കാനുള്ള ശ്രമം തുടങ്ങുന്നു. ഇത് പിതാവിന്റെ ശ്രദ്ധയിൽപ്പെടുന്നു. തീവ്രമായ മതനിഷ്ഠകൾ പാലിക്കാൻ ഇയാൾ ആവശ്യപ്പെടുന്നത് പിതാവിന്റെ അനിഷ്ടത്തിനിടയാക്കുന്നു. ഇതോടെ അമ്മയും പിതാവും തമ്മിൽ അകലുകയും ഈ മാതാപിതാക്കൾ വേർപിരിയുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. തുടർന്ന് യുവതി ഈ സുഹൃത്തിനൊപ്പം കുട്ടിയുമായി നാട്ടിലേക്ക് എത്തുന്നു. കുട്ടിയെ ആറ്റിങ്ങൽ സ്റ്റേഷൻ പരിധിയിലുള്ള അനാഥാലയത്തിലാക്കുന്നു. ഇതാണ് ഇത്രയും കാലയളവിനുള്ളിൽ സംഭവിച്ചത്. എന്നാൽ കുട്ടിയുടെ പെരുമാറ്റത്തിലെ ചില വ്യത്യാസങ്ങൾ ഈ അനാഥാലയത്തിൽ ഉള്ള അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുന്നു. ഇവർ കുട്ടിയുടെ പിതാവിന്റെ വീട്ടിൽ കാര്യങ്ങൾ അറിയിക്കുന്നു. തുടർന്ന് കുട്ടിയുടെ പിതാവിന്റെ ബന്ധുക്കൾ പോലീസിനെ സമീപിച്ചു. ഈ കാര്യങ്ങൾ പറയുന്നു. അങ്ങനെയാണ് ഈ സംഭവത്തിൽ UAPA ചുമത്തി കുട്ടി പറഞ്ഞ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കേസ് രജിസ്റ്റർ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായത്. ഈ രണ്ടാനച്ഛൻ സംശയനിഴലിലാണ്. കാരണം 15 വയസ്സുകാരനെ ഈ ISൽ ചേരാൻ പ്രേരിപ്പിച്ച രണ്ടാനച്ഛൻ അൻസാർ എന്ന് പറയുന്ന വ്യക്തി കനകമല കേസിലെ പ്രതി സിദ്ദിഖിന്റെ സഹോദരനാണ് എന്ന വിവരമാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്നത്. കുട്ടിയുടെ മൊഴിയുടെ പശ്ചാത്തലത്തിൽ കനകമല കേസിലെ മുഴുവൻ പ്രതികളും കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ നിരീക്ഷണത്തിലേക്ക് വരികയാണ്. പ്രതിപട്ടികയിൽ ഉൾപ്പെട്ട 15-കാരന്റെ അമ്മയും രണ്ടാനച്ഛനും ഇപ്പോൾ നാട് വിട്ടിരിക്കുന്നു എന്ന വിവരം കൂടിയാണ് ഉള്ളത്. അപ്പോൾ ഇവർ ഈ കേസ് രജിസ്റ്റർ ചെയ്യുന്നത് നവംബർ 14-നാണ്. അതിനുശേഷം ഇവരെ സംബന്ധിച്ച് യാതൊരു വിവരങ്ങളുമില്ല. അപ്പോൾ ആപ്പിലാകും എന്ന് ബോധ്യപ്പെട്ട് ഇവർ നാട് വിട്ടിരിക്കുന്നു എന്ന വിവരമാണുള്ളത്. ഈ രണ്ടാനച്ഛൻ എന്ന് പറയുന്ന വ്യക്തിക്ക് ഭീകര സംഘടനകൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രവർത്തനങ്ങളുമായി നേരത്തെയും ബന്ധമുണ്ടായിരുന്നു എന്നതിന്റെ വിവരങ്ങൾ കൂടിയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അപ്പോൾ ഈ പ്രാധാന്യമൊക്കെ ഉൾക്കൊണ്ടാണ് ഈ കേസ് അന്വേഷണം ഇപ്പോൾ NIA ഏറ്റെടുത്തിരിക്കുന്നത്. ഇപ്പോൾ
നടക്കുന്നത് ഒരു സമാന്തര അന്വേഷണമാണ്. കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുന്നതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും കേസ് NIA ഏറ്റെടുക്കുക. എന്തായാലും ഇപ്പോൾ സമാന്തര അന്വേഷണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിലാണ് ഈ വിവരങ്ങളൊക്കെ പുറത്തേക്ക് വരുന്നത്. എന്തായാലും അനാഥാലയ അധികൃതർക്ക് തോന്നിയ സംശയമാണ് ഇപ്പോൾ വളരെ ഗൗരവമുള്ള ഒരു കേസിന്റെ തലത്തിലേക്ക് ഇതിനെ എത്തിച്ചിരിക്കുന്നത്. 15 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുട്ടിയെ ഭീകര സംഘടനയിൽ ചേരാൻ പ്രേരിപ്പിക്കുന്ന ഒരു സാഹചര്യത്തിലെ ഗൗരവം എത്രയാണ് എന്ന് നമുക്ക് മനസ്സിലാകും. അപ്പോൾ ആ ഗൗരവം ഉൾക്കൊണ്ടുള്ള അന്വേഷണമാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ട്രംപിന്റെ നേതൃത്വത്തിൽ വീണ്ടും ഒരു മാജിക് സംഭവിക്കുമോ എന്നതാണ് ലോകം ഇപ്പോൾ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. 3 വർഷമായി നടന്നുവരുന്ന റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ ട്രംപിനാകുമോ എന്നതാണ് ചോദ്യം. നമുക്കറിയാം ഗസയിൽ തുടർന്നു വന്ന കൂട്ടക്കുരുതിയിൽ ഒരു പരിധിവരെ പ്രശ്നപരിഹാരത്തിന് ട്രംപിന് സാധ്യമായ അവിടെ ഒരു വെടിനിർത്തൽ സാധ്യമായത് ട്രംപിന്റെ 20 പദ്ധതിയുടെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ അതിനുശേഷവും ചില വെടിനിർത്തൽ കരാർ ലംഘനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ പോലും അത് വലിയ ആശ്വാസമായി മാറുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. ഇപ്പോഴും ചർച്ചകൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് ചുവട് വിരിച്ച് ഇപ്പോൾ ഒരു 28 പദ്ധതി ട്രംപ് തയ്യാറാക്കിയിരിക്കുന്നു. ട്രംപ് അതിന് അനുമതി നൽകിയിരിക്കുന്നു എന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. യുക്രൈൻ പീസ് പദ്ധതി ട്രംപ് അംഗീകരിച്ചിരിക്കുന്നു. അത് 28 പദ്ധതിയാണ്. അങ്ങനെയാണെങ്കിൽ ഈ റഷ്യ യുക്രൈൻ യുദ്ധം 3 വർഷമായി തുടർന്നു വരുന്ന യുദ്ധം അവസാനിപ്പിക്കാൻ ട്രംപിന് കഴിയുമോ എന്നതാണ് ലോകം ഉറ്റുനോക്കുന്നത്. ട്രംപ് ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട് വളരെ നിർണായകമായ ചർച്ചകൾ പല ഇടങ്ങളിലുമായി നടന്നു വരികയാണ്. ട്രംപ് ഇതിനുള്ള ശ്രമങ്ങൾ നേരത്തെ തന്നെ തുടങ്ങിയതാണ്. പുടിനുമായി സംസാരിക്കാനൊക്കെയുള്ള ശ്രമങ്ങൾ ട്രംപ് പല തവണയായി നടത്തിയിട്ടുള്ളതാണ്. പക്ഷേ പല ഘട്ടങ്ങളിലും പുടിൻ അകന്നകന്നു പോകുന്നത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ട്രംപും പുടിനും തമ്മിലുള്ള അസ്വാരസ്യങ്ങളിലേക്കും മറ്റുമൊക്കെ അത് നയിക്കുന്നത് കണ്ടതാണ്. കൂടിക്കാഴ്ചകൾ പോലും മുടങ്ങുന്ന ഘട്ടമൊക്കെ അതിലുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ വളരെ പോസിറ്റീവായിട്ടുള്ള സൈനാണ് ഇതുമായി ബന്ധപ്പെട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ട്രംപിന്റെ 28 പദ്ധതി അംഗീകരിക്കപ്പെടുമോ, 3 വർഷമായി തുടർന്നു വരുന്ന യുദ്ധം അവസാനിക്കുമോ തുടങ്ങിയ പ്രതീക്ഷയോടുകൂടി രാജ്യം പല കോണുകളിലായി നടക്കുന്ന ചർച്ചകൾ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ കരാറിൽ തീരുമാനമായാൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള യുദ്ധം അവസാനിക്കുമെന്നാണ് നയതന്ത്ര വിദഗ്ധർ കണക്കുകൂട്ടുന്നത്. ഇതൊരു സീക്രട്ട് പ്ലാനാണ്. എന്തൊക്കെയാണ് ഈ 28 പദ്ധതി എന്ന വിവരം പൂർണ്ണമായും പുറത്തു വന്നിട്ടില്ല. അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇത്തരം ഒരു പ്ലാൻ ട്രംപ് അംഗീകാരം നൽകിയിരിക്കുന്നു എന്ന വിവരമാണ് പുറത്തുവിട്ടിരിക്കുന്നത്. എന്നാൽ എന്തൊക്കെ കാര്യങ്ങൾ ഇതിൽ പറയുന്നുണ്ട് എന്നത് പുറത്തില്ല. നമുക്കറിയാം, നേരത്തെ പല തവണ ട്രംപ് സെലൻസ്കിയോട് ഉൾപ്പെടെ കുറെ വിട്ടുവീഴ്ചകൾ വേണ്ടിവരും, റഷ്യ പിടിച്ചടക്കിയ കുറെ സ്ഥലങ്ങൾ അവർക്ക് തന്നെ കൊടുക്കേണ്ടി വരും തുടങ്ങിയ സൂചനകൾ നൽകിയിരുന്നതാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഈ 28 പദ്ധതികൾ എന്നതിൽ യാതൊരു വ്യക്തതയും ഇപ്പോഴില്ല. അതുകൊണ്ട് തന്നെ അത് മനസ്സിലാക്കിക്കൊണ്ട് ഇത് പ്രാവർത്തികമാകുമോ ഇല്ലയോ എന്ന ഒരു നിഗമനത്തിലേക്ക് എത്തുക ഇപ്പോൾ നയതന്ത്ര വിദഗ്ധരെ സംബന്ധിച്ച് സാധ്യമാകുന്ന സാഹചര്യമില്ല. പക്ഷേ സമാധാനത്തിലേക്ക് നയിക്കുന്ന അല്ലെങ്കിൽ പ്രശ്നപരിഹാരത്തിലേക്കും വെടിനിർത്തലിലേക്കും നയിക്കുന്ന ചില ചർച്ചകൾക്ക് തുടക്കം കുറിച്ചിരിക്കുന്നു എന്നതാണ് ഇതിൽ ഏറ്റവും പോസിറ്റീവായിട്ടുള്ള കാര്യം. ഈ ഗാസ പദ്ധതിക്ക് സമാനമായി തന്നെയാണ്, അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് തന്നെയാണ് ഇപ്പോൾ 28 പദ്ധതി ഇതിലും തയ്യാറായിരിക്കുന്നത്. നിർണായക ചർച്ചകൾ തുടരുകയാണ്. റഷ്യൻ പ്രതിനിധി കിറിൽ ദിമിത്രിയേവും യുക്രൈൻ ഉദ്യോഗസ്ഥരും കരാർ സംബന്ധിച്ച് ചർച്ചകൾ തുടങ്ങിയിട്ടുണ്ട് എന്നതാണ് പുറത്തുവരുന്ന വിവരം. അതായത് റഷ്യയും യുക്രൈനും തമ്മിൽ തന്നെ നേരിട്ട് ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ ആരംഭിച്ചിരിക്കുന്നു എന്ന ശുഭകരമായ വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. ബുധനാഴ്ച രാവിലെ US പ്രതിനിധികൾ യുക്രൈനിലെ കീവിലെത്തിയത് സ്ഥിരീകരിക്കപ്പെട്ടതാണ്. അവരുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ചർച്ചകൾ നടക്കുന്നത്. സൈനിക തന്ത്രത്തെയും സാങ്കേതിക വിദ്യയെയും കുറിച്ച് ചർച്ച ചെയ്യുക, സ്തംഭിച്ച സമാധാന ചർച്ചകളിൽ തീരുമാനമുണ്ടാക്കുക എന്നതാണ് US പ്രതിനിധികളുടെ ലക്ഷ്യമെന്നാണ് നേരത്തെ US വ്യക്തമാക്കിയിരുന്നത്. അപ്പോൾ ഇതിനൊരു രഹസ്യാത്മകത നൽകിക്കൊണ്ടാണ് ഇപ്പോൾ ഈ സമാധാന പ്രക്രിയയ്ക്കായുള്ള ശ്രമങ്ങൾ നടക്കുന്നത്. US സൈനിക ഉദ്യോഗസ്ഥരുമായി ഇന്ന് കീവിൽ ചർച്ച നടത്താൻ സെലൻസ്കി തീരുമാനിച്ചിട്ടുണ്ട് എന്ന ഒരു കാര്യം കൂടിയുണ്ട്. അപ്പോൾ സെലൻസ്കിയുമായും അവർ പ്രത്യേകം ചർച്ച നടത്തും. തുർക്കി പ്രസിഡന്റ് റെസിപ് തയ്യിപ് എർദോഗാനുമായി സെലൻസ്കി ഒരു നിർണായകമായ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. നമുക്കറിയാം, ഈ തുർക്കി ഉൾപ്പെടെയുള്ള രാഷ്ട്രങ്ങൾ ഗസ സമാധാന പദ്ധതിയുമായും ഒക്കെ സഹകരിച്ച് പ്രവർത്തിച്ചിരുന്നവരാണ്. അപ്പോൾ അവരുടെ വലിയ പിന്തുണ ഗസയിൽ സമാധാനത്തിലേക്ക് വെടിനിർത്തലിലേക്ക് കാര്യങ്ങൾ നീങ്ങിയതിലുണ്ടായിരുന്നു. ആ കക്ഷികളൊക്കെ തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സഹകരിക്കുന്നു എന്ന ഒരു സാഹചര്യം കൂടി ഇപ്പോൾ നമുക്ക് കാണാം. യുക്രൈനിൽ വെടിനിർത്തലിനുള്ള വ്യവസ്ഥകൾ US റഷ്യയുമായി ചർച്ച ചെയ്യുന്നുണ്ടെന്ന റിപ്പോർട്ടുകൾക്ക് പിന്നാലെയാണ് ഇപ്പോൾ സെലൻസ്കി എർദോഗാനുമായി ചർച്ച നടത്തിയത്. അപ്പോൾ ആ ഒരു ഇടപെടലിന്റെ ഭാഗം തന്നെയാണ് അത് എന്നാണ് കരുതുന്നത്.
ഗ്രീസ്, ഫ്രാൻസ്, സ്പെയിൻ എന്നീ രാജ്യങ്ങളിലെ സന്ദർശനത്തിന് ശേഷമാണ് സെലൻസ്കി തുർക്കിയിലെത്തിയത്. വെടിനിർത്തൽ ചർച്ചകൾ പുനരാരംഭിക്കാൻ ശ്രമങ്ങൾ നടക്കുകയാണെന്നും സമാധാനം കൈവരിക്കുന്നതിനുള്ള വഴികൾ എർദോഗാനുമായി ചർച്ച ചെയ്യുമെന്നും യുദ്ധം അവസാനിപ്പിക്കാൻ ആവശ്യമായതെല്ലാം ചെയ്യുക എന്നതാണ് യുക്രൈന്റെ പ്രഥമ പരിഗണനയെന്നും കൂടിക്കാഴ്ചയ്ക്ക് മുൻപ് സെലൻസ്കി വ്യക്തമാക്കിയിരുന്ന ഒരു സാഹചര്യം കൂടി നമ്മളിവിടെ കാണണം. അതേസമയം യുക്രൈന്റെ പ്രതികരണം ഇതുമായി ബന്ധപ്പെട്ട് വരുന്നത്, യുദ്ധം അവസാനിപ്പിക്കാൻ ലക്ഷ്യമിട്ട് ഏതാനും നിർദ്ദേശങ്ങൾ US മുന്നോട്ട് വെച്ചതായി യുക്രൈന് സൂചന ലഭിച്ചിട്ടുണ്ട്. US നേരിട്ട് റഷ്യയുമായി ഇത് ചർച്ച ചെയ്യുകയാണെന്നും നിർദ്ദേശങ്ങൾ തയ്യാറാക്കുന്നതിൽ യുക്രൈന് പങ്കില്ല എന്നും ഉന്നത യുക്രൈൻ ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്ത ഒരു സാഹചര്യവും കൂടി നമുക്ക് മുന്നിലുണ്ട്. എന്തായാലും വളരെ നിർണായകമായ ഇടപെടലാണ് ട്രംപിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ട്രംപിനെ സംബന്ധിച്ച് യുദ്ധങ്ങൾ അവസാനിപ്പിക്കാൻ താൻ കേമനാണ്, മിടുക്കനാണ്, അതിനുള്ള കഴിവ് തനിക്കുണ്ട് എന്നത് ആവർത്തിച്ച് പറയുന്ന വ്യക്തിയാണ് ട്രംപ്. അത്തരം ഒരു ഇടപെടൽ അദ്ദേഹം ആഗ്രഹിച്ചിരുന്നതാണ്. നമുക്കറിയാം, നേരത്തെ ട്രംപ് പുടിനുമായി ചർച്ചകൾ നടത്തിയിരുന്നതാണ്. ആ ചർച്ചകൾ വലിയ നേട്ടമൊന്നും ഉണ്ടാക്കാതെയാണ് അവസാനിച്ചത്. അലാസ്കയിൽ നടന്ന ചർച്ചയിൽ വലിയ നിർണായകമായ നേട്ടങ്ങളൊന്നും ഉണ്ടായില്ല. അതിനുശേഷം ഇസ്താംബൂളിൽ രണ്ട് നേതാക്കന്മാരും ചർച്ച നടത്തും എന്ന സൂചനകൾ ഉണ്ടായിരുന്നു. പക്ഷേ അതിൽ നിന്ന് പിന്നീട് പുടിൻ പിൻവലിഞ്ഞു എന്ന വിവരങ്ങൾ വരുന്നു. പുടിൻ പിൻവലിഞ്ഞതിന് ശേഷം ആ കൂടിക്കാഴ്ച നടക്കില്ല എന്നായപ്പോൾ ട്രംപ് പറഞ്ഞു, എനിക്ക് വെറുതെ ചർച്ച നടത്തി സമയം കളയാനില്ല, അതുകൊണ്ട് ഞാനായിട്ട് ചർച്ച വേണ്ടാന്ന് വെച്ചതാണ് എന്ന് ട്രംപ് അവകാശപ്പെടുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി. എന്തായാലും ആ കൂടിക്കാഴ്ച നടക്കാതെ ഇരുന്നതോടുകൂടി ഈ പ്രശ്നം ഉടനെ ഒന്നും പരിഹരിക്കപ്പെടില്ല എന്ന് തോന്നിയിരുന്നതാണ്. അവിടെയാണ് ഇപ്പോൾ ഒരു സമാധാന കരാറിന്റെ സാധ്യതകളും സാഹചര്യങ്ങളും ഉരുത്തിരിയുന്നത്. അത് ഗാസ മോഡൽ ഒരു പീസ് ഡീലാണ് ഉണ്ടാകാൻ പോകുന്നത് എന്നതിന്റെ സൂചനകളാണ്. 28 പദ്ധതികളാണ് ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. എന്തായാലും 2002 ഫെബ്രുവരിയിൽ ആരംഭിച്ച റഷ്യ യുക്രൈൻ യുദ്ധം 3 വർഷമായി തുടർന്നു വരുന്ന യുദ്ധം എന്ന് പറയുന്നത് വലിയ കൊടിയ നാശങ്ങളാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. നിരവധി മനുഷ്യരെ കുടിയേറ്റക്കാരാക്കി മാറ്റി സമാനതകളില്ലാത്ത ദുരന്തം സമ്മാനിച്ചതാണ്. അവിടേക്ക് ഒരു സമാധാനത്തിന്റെ സൂചനകൾ വരുന്നത് തന്നെ വളരെ ആശ്വാസമാണ്. ആ സമാധാന പദ്ധതി നടപ്പാകട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. ചർച്ചകൾ പോസിറ്റീവ് ആകട്ടെ. 3 വർഷമായി തുടർന്നു വരുന്ന യുദ്ധം വെടിനിർത്തലിലേക്ക് നീങ്ങട്ടെ. അവിടെ സമാധാന കരാർ യാഥാർത്ഥ്യമാകട്ടെ എന്ന് പ്രതീക്ഷിക്കാം. നമുക്ക് കാത്തിരിക്കാം. ഇനി നമുക്ക് സായന സവാരിയിലേക്ക് പോകാം. നമ്മൾ ഇന്ന് എല്ലാവർക്കും പോയിരുന്ന് സായനം ചെലവഴിക്കാൻ പറ്റുന്ന ഒരിടത്തേക്കൊന്നും അല്ല യാത്ര പോകുന്നത്. ഒരു നല്ല റിപ്പോർട്ട് പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തുകയാണ്. അവിടേക്ക് പ്രേക്ഷകർക്ക് ആ വിഷയവുമായി താല്പര്യമുള്ളവർക്ക് പോകാം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ കശ്മീരിൽ ഒക്കെയും പലതരത്തിലൊക്കെയുള്ള കൃഷികൾ നമ്മുടെ നാട്ടിൽ പല നാടുകളുടെ ഭാഗമായിട്ടുള്ള കൃഷിരീതികൾ അവലംബിക്കുകയും പല കൃഷികളും നമ്മുടെ നാട്ടിലൊക്കെ പരീക്ഷണാടിസ്ഥാനത്തിൽ നടത്തുകയും ഒക്കെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. കാശ്മീരിലാണ് ഏറ്റവും കൂടുതൽ കുങ്കുമപ്പൂ കൃഷി നടക്കുന്നത്. അപ്പോൾ കിലോയ്ക്ക് നല്ല ലാഭം കിട്ടുന്ന, പണം കിട്ടുന്ന ഒരു കൃഷിയാണ് കുങ്കുമപ്പൂ. പക്ഷേ അതിനൊരു പ്രത്യേക കാലാവസ്ഥ വേണം. നല്ല തണുത്ത കാലാവസ്ഥയിലായിരിക്കും കുങ്കുമപ്പൂ കൃഷി ചെയ്യാൻ പറ്റുക. നമ്മുടെ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും ചൂട് കൂടുതലുള്ള സ്ഥലമാണ് പാലക്കാട്, അല്ലേ? ആ പാലക്കാട് കൽപ്പാത്തിയിൽ ഒരിടത്ത് ഒരു വീട്ടിൽ ഈ കുങ്കുമപ്പൂ കൃഷി വാണിജ്യാടിസ്ഥാനത്തിൽ നടക്കുന്നുണ്ട്. അവിടേക്കാണ് നമ്മളുടെ യാത്ര. നമ്മളുടെ പ്രതിനിധി പ്രജിത്താണ് നമ്മളെ ആ വീട് പരിചയപ്പെടുത്തി തരുന്നത്. അപ്പോൾ പ്രേക്ഷകർക്ക് എങ്ങനെയാണ് നമ്മുടെ കാലാവസ്ഥയിൽ കുങ്കുമപ്പൂ കൃഷി ചെയ്യുന്നതെന്ന് കണ്ടുവരാം. കേരളത്തിലെ തന്നെ ഏറ്റവും ചൂടുകൂടിയ പ്രദേശങ്ങളിലൊന്നാണ് പാലക്കാട്. അവിടെയാണ് കശ്മീരിലെ കൊടും തണുപ്പിൽ വിരിയുന്ന കുങ്കുമപ്പൂ കൃഷി ചെയ്യുന്നത്. ബിസിനസ്സുകാരനായ വികാസും IT പ്രൊഫഷണലായ കാവ്യ രാമനാഥനുമാണ് ഈ സംരംഭത്തിന് പിന്നിൽ. വെള്ളവും മണ്ണുമില്ലാത്ത എയ്റോപോണിക് കൃഷിരീതിയാണ് സ്വീകരിച്ചിരിക്കുന്നത്. കുങ്കുമപ്പൂവിന്റെ വിത്തുകൾ സാഫ്രൺ ബൾബ് എന്നാണ് അറിയപ്പെടുന്നത്. വെളുത്തുള്ളിയുടെ രൂപമാണ് വിത്തുകൾക്ക്. വിത്തുകൾ കൊണ്ടുവരുന്നത് മുതൽ മുളയ്ക്കാനായി ഒരുക്കി വെക്കുന്നത് വരെ അതീവ സൂക്ഷ്മതയോടെ വേണം ചെയ്യാൻ. കശ്മീരിൽ നിന്ന് തന്നെയാണ് കുങ്കുമപ്പൂ വിത്തുകൾ വരുത്തിയത്. ഇതാണ് നമ്മൾ ഈൽഡെടുത്ത ശേഷമുള്ള സാഫ്രോൺ ഫ്ലവർ. ഇതിൻ്റെ ഈ 3 സ്റ്റിക്സ് മാത്രമേ നമ്മൾ സാഫ്രോണായിട്ട് യൂസ് ചെയ്യുള്ളൂ. ഒരു ഫ്ലവറിൽ 3 സ്റ്റിക്സ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഇത് ഏകദേശം ഇതുവരെയ്ക്കും ഇതിൻ്റെ സ്റ്റിക്സ് അകത്തോട്ടുണ്ടാവും. ഇതിൻ്റെ ഈ റെഡ് പാർട്ട് മാത്രമേ നമ്മൾ സാഫ്രോണായിട്ട് ഉപയോഗിക്കുകയുള്ളൂ.
ഈ റെഡ് പാർട്ട് ആണ് പ്രീമിയം ഗ്രേഡ് എന്ന് പറയുന്നത്. അതാണ് കാശ്മീർ. കാശ്മീരിലേക്ക് സാഫ്രോണിനാണ് ഈ ഗുണം ഉണ്ടാവുക. ഈ മെറൂൺ കളറിഷ് ആയിരിക്കും. ഇത്രയും ഇതിൻ്റെ സാഫ്രോണോൾ കണ്ടൻറ്റും ഇതും കൂടുതലുള്ളത് കാശ്മീർ സാഫ്രോണിനാണ്. ഇതാണ് ഗ്രേഡ് 1 ക്വാളിറ്റി. ഇതിന് ശേഷം വരുന്ന പാർട്ടാണ് ഹാഫ് കട്ട് എന്ന് പറയുന്നത് സാഫ്രോൺ ടെർമിനോളജിയിൽ. അതാണ് ഈ യെല്ലോ കം റെഡ് പാർട്ട്. ഇതാണ് ഇതിന് ഹാഫ് കട്ട്. ഇതിന് ശേഷം വരുന്ന പാർട്ടാണ് ക്വാർട്ടർ കട്ട് എന്ന് പറയുന്നത്. ഇത് യെല്ലോ പാർട്ടും അതിന് താഴെയുള്ള വൈറ്റ് പാർട്ടും. ഇതെല്ലാം വന്നിട്ട് കോസ്മെറ്റിക് വിഭാഗങ്ങളാണ് കൂടുതൽ ഉപയോഗിക്കുക. ഇത് മാത്രമാണ് ഏറ്റവും പ്രീമിയം ക്വാളിറ്റിയിൽ പോകുന്ന സാഫ്രോൺ. ഗ്രേഡ് 1 ക്വാളിറ്റിയിൽ പോകുന്ന സാഫ്രോൺ ഇതാണ്. ഇത്തരത്തിലുള്ള മട്ടുപ്പാവിലെ കൃഷിക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാൻ 30 ലക്ഷത്തോളം രൂപ ചിലവ് വന്നു. വിത്ത് മുളപൊട്ടുന്നത് മുതൽ പൂക്കൾ വിരിയുന്നത് വരെയുള്ള അന്തരീക്ഷ ഊഷ്മാവിനെ കുറിച്ച് പ്രത്യേകം പഠിച്ച് അത്തരമൊരു കാലാവസ്ഥ മുറിയിൽ ക്രമീകരിച്ചാണ് കൃഷി ചെയ്യുന്നത്. നമ്മൾക്ക് ഇതിനു വേണ്ടിയിട്ട് നമ്മളൊരു ഇൻസുലേറ്റഡ് കോൾഡ് റൂമാണ് സെറ്റപ്പ് ചെയ്തിരിക്കുന്നത്. ഒരു 500 സ്ക്വയർ ഫീറ്റിൽ ഇൻസുലേറ്റഡ് കോൾഡ് റൂമാണ് സെറ്റപ്പ് ചെയ്തത്. ഇതിനകത്ത് പുറത്തുനിന്നുള്ള ടെമ്പറേച്ചർ ഒന്നും ഇതിനകത്ത് വരില്ല, അകത്തുനിന്നുള്ളതൊന്നും പുറത്തേക്ക് പോവില്ല. അതാണ് ഈ ഇൻസുലേറ്റഡ് എന്ന് പറയുന്നത്. അപ്പോൾ ആ സംവിധാനം വഴി ചെയ്യുമ്പോൾ നമ്മൾ കാശ്മീരിലെ കാലാവസ്ഥ ഇതിനകത്ത് എൻവറോൺമെൻറ്റ് സൃഷ്ടിക്കുകയാണ്. അതേ ഹ്യൂമിഡിറ്റി, ടെമ്പറേച്ചർ കാര്യങ്ങൾ ഇതിനകത്ത് സൃഷ്ടിച്ചിട്ട് നമ്മൾക്ക് ഈ ലൈറ്റിന് വേണ്ടിയിട്ട്, അതായത് സൂര്യപ്രകാശത്തിൻ്റെ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ LED ഗ്രോ ലൈറ്റിൻ്റെ സ്പെക്ട്രം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. 3 മാസം മുതലാണ് കുങ്കുമപ്പൂ പൂത്തു തുടങ്ങുക. ആദ്യത്തെ വിളവെടുപ്പ് ഇന്ന് ആരംഭിച്ചു. കിലോഗ്രാമിന് ലക്ഷങ്ങളാണ് കുങ്കുമപ്പൂവിന് വില. ക്വാളിറ്റി അനുസരിച്ച് വിലയിൽ വ്യത്യാസമുണ്ടാകും. കശ്മീരിലെ അതേ ക്വാളിറ്റിയിലുള്ള കുങ്കുമപ്പൂക്കളാണ് വികാസും കാവ്യയും വിപണിയിലെത്തിക്കുന്നത്. കുങ്കുമപ്പൂ കൃഷി വരുമാനമാർഗമാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് കൃഷിയെക്കുറിച്ച് പഠിക്കാനും സഹായങ്ങൾ തേടാനും പാലക്കാട്ടെ വികാസിന്റെയും കാവ്യയുടെയും വീട്ടിലേക്കെത്താം. നിറഞ്ഞ മനസ്സോടെ അറിവുകൾ പങ്കിടാൻ ഇരുവരും തയ്യാറാണ്. ന്യൂസ് 18 പാലക്കാട്. അപ്പോൾ വെറും ഒരു സവാരിക്കായിട്ടല്ല, എങ്ങനെയാണ് കശ്മീരിലെ അതേ കാലാവസ്ഥയിൽ നമ്മുടെ നാട്ടിൽ ഒരു കുങ്കുമപ്പൂ കൃഷി നടത്താൻ പറ്റുക എന്ന് അറിയാൻ താല്പര്യമുള്ളവർക്കാണ് പാലക്കാട് വരെ പോകാൻ പറ്റുക. അവരുടെ കാവ്യയുടെ വീട്ടിൽ ചെന്നാൽ അവർ രണ്ടുപേരും വളരെ വിശദമായി തന്നെ ഇത് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ മനസ്സുള്ളവരാണ്. അങ്ങനെ തന്നെയാണ് അവർ ന്യൂസ് 18നോട് സംസാരിച്ചത്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്കും വേണമെങ്കിൽ അതൊരു വരുമാന മാർഗമാക്കാം. നമുക്കറിയാം, കിലോയ്ക്ക് നല്ല തുക കിട്ടുന്ന ഒരു വരുമാന മാർഗമാണ് സാഫ്രോൺ കൃഷി എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മുടെ നാട്ടിലും സാധ്യമാകും എന്നതിൻ്റെ ഒരു ഉദാഹരണമാണ് കൽപ്പാത്തിയിലെ ആ വീടിൻ്റെ മട്ടുപ്പാവിലാണ് കൃഷി നടക്കുന്നത്. അപ്പോൾ താല്പര്യമുള്ള പ്രേക്ഷകർ കാവ്യയെ ബന്ധപ്പെടുക, അല്ലെങ്കിൽ ആ വീടുകളിലേക്ക് ചെന്നാൽ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഈ റിപ്പോർട്ടോടുകൂടി നമ്മുടെ ഇന്നത്തെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. വൈകുന്നേരം ഇവിടെ ഇന്ന് പൂർണ്ണമാവുകയാണ്. നാളെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി കാണാം. ഇടവേളയ്ക്ക് ശേഷം ലൈവ് at 6 കാണാം. ബൈ.